എടാ ഒപ്പിടാ. അയ്യോ എന്റെ ചേട്ടനൊന്നും ചെയ്യല്ലേ സാറേ. വിഷമം എന്താ സാർ? ആക്സിഡന്റ്? പറഞ്ഞ കേക്കില്ല. ഒപ്പിടാ. നമ്മുടെ നിയോജക മണ്ഡലത്തിലേക്ക് കടന്നു വരുന്ന പാവങ്ങളുടെ എല്ലാം ദൈവമായ അക്കയെ ബഹുമാനപൂർവ്വം സ്വീകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം പ്രയോജനപ്പെടുത്തി അക്കയെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. എന്തൊരു അന്യായം നോക്കിയേ. 1 ലക്ഷം രൂപയുടെ സ്ഥാനത്ത് 40,000. മതി മതി പോടാ. തരുന്ന കാശ് വാങ്ങി മര്യാദയ്ക്ക് പോയിക്കൊള്ളാം. അല്ലെങ്കിൽ എന്റെ 40 വർഷത്തെ അധ്വാനോടാ ഈ സ്ഥലം. ഇത് അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചോദിക്കാനും പറയാനും വേണ്ടി ആരുമില്ലെന്ന് കരുതിയോ നീ? മര്യാദയ്ക്ക് പോടാ, അല്ലെങ്കിൽ എല്ലാത്തിനും കത്തിച്ചു കളയും ഞാൻ. പോലീസ് അവരെ അടിക്കില്ലേ? ഇവരെയൊക്കെ അടിക്കണമെങ്കിൽ ആ ദൈവം തന്നെ അവതാരം കൊടുക്കണം. ആരെടുത്തടാ അത്? എന്റെ ഏരിയയിൽ വന്നിട്ട് ഇവിടെ പേരട്ടുന്നത്, ഉരുട്ടുന്നത്, മധ്യസ്ഥം പറയുന്നത്, കൈവെട്ടുന്നത്, കാല് വെട്ടുന്നത്, തട്ടിക്കൊണ്ടുവന്ന ആളെ കാലിയാക്കുന്നത് എല്ലാം ഞാൻ തന്നെ. ലോകം കി ഖതം കർന യേ സബ് മേരെ കാം ഹൈ. ഇങ്ങ വിരട്ടുന്നത്, ഉരുട്ടുന്നത്, കൈവെട്ടുന്നത്, കാല് വെട്ടുന്നത്, ആളെ തൂക്കരുത്. എവനാവത് അന്യായം പണ്ണവൻ തല സീവറത് എല്ലാവൻ നാദാ നാന്താ. എന്താന്നറിയോ? ഞാൻ വില്ലനാടാ. ഇവിടെ വിരട്ടുന്നത്, ഉരുട്ടുന്നത്, ഇവിടെ വിരട്ടുന്നത്, ഉരുട്ടുന്നത്, മധ്യസ്ഥം പറയുന്നത്, കൈവെട്ടുന്നത്, കാല് വെട്ടുന്നത്, തട്ടിക്കൊണ്ടുപോകുന്നത്, ആളെ കാലിയാക്കുന്നത്, ഇവിടെ എല്ലാം ഞാൻ തന്നെയാ. കാരണം എന്താ? ഞാൻ വില്ലനാടാ. എന്താണോ ഇത്? ഒരു മോഡുലേഷനും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെയാണോ ഡയലോഗ് പറയുന്നത്? സാർ ഒരു പ്രാവശ്യം എടുക്കാം സാർ. വേണ്ട, ശരിയാവില്ല. സോറി സാർ. ഇങ്ങനെ പോയ നേരം വിളിക്കും. ഒരു ഡയലോഗ് പറയാൻ ഒന്നര കോൾ ഷീറ്റാ. ഇപ്പോഴാടാ ഇമാജിനേഷനിലെ മുഴുവൻ ഡയലോഗ് 3 ഭാഷയിൽ ഞാൻ പറഞ്ഞത്. അവനെ നോക്കി ഒരു ഡയലോഗ് പറയാൻ തന്നെ നിന്ന് വെള്ളം കുടിക്കുക. തടാ, ഇതുപോലുള്ള ഡയലോഗ് നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, ബ്രേക്ക്. മുകുന്ദ, ഇത് ഇത്തിരി ഓവറാണെന്ന് തോന്നില്ലേ? അത് വീടേട്ടാ, ഏട്ടന് വേണ്ടി ഞാൻ കഴിക്കുന്നു. ഏട്ടാ, നിങ്ങൾ ആ തൈരും കുട്ടി ചോറ് കഴിച്ചിട്ടേ ഈ ഇഞ്ചി മിഠായും കഴിച്ചാൽ മതി. എല്ലാം ഡൈജസ്റ്റ് ആവും. ഓക്കെ? ഈ ഇഞ്ചി മിഠായി തന്ന് എന്റെ എല്ലാ ഐറ്റവും നീ കൈക്കലാക്കിയല്ലേ? എന്താ മുകുന്ദ, പാത്രം നിറച്ചുണ്ടല്ലോ. ഏട്ടാ, ലൈഫ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും പീസ്ഫുൾ ആയിട്ട് കഴിക്കും. മുകുന്ദ, ഡയലോഗ് സൂപ്പർ ആണല്ലോ. ഡയലോഗ് മാത്രമല്ല, പെർഫോമൻസ് ഉണ്ട്. വേണ്ട ഇരിക്കേ. ഞാൻ വില്ലനാടാ. എടാ, സമ്മതിച്ചടാ നിന്നെ. സൂപ്പർ. വെറുതെ പൊക്കി പറഞ്ഞോണ്ട് കാര്യമൊന്നുമില്ല. ചേട്ടൻ സിനിമ ചെയ്യുമ്പോ എനിക്ക് നല്ലൊരു വില്ലൻ വേഷം തരണം. ഏട്ടാ, എന്റെ സ്വപ്നം തന്നെ നല്ലൊരു വില്ലനാവണം. തീർച്ചയായിട്ടും ഞാൻ പടം ചെയ്യുമ്പോ നീ തന്നെ ആയിരിക്കും വില്ലൻ. ഓക്കെ ഏട്ടാ. ഏട്ടാ, നാളെ ഷൂട്ടുണ്ടോ? നിങ്ങൾക്കില്ല, നാളെ ഹീറോയിൻ ഇൻട്രഡക്ഷനാ. ഓക്കെ. വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാ വെക്കേറ്റ് ചെയ്ത് പൊയ്ക്കോണം. മനസ്സിലായില്ലേ? ഇവിടെ വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്.
അയ്യോ ഈ കളവര് പറഞ്ഞാലും മനസ്സിലാവില്ലേ? വേഗം പോലീസിനെ വിളിക്ക. സാർ സാർ തിടുക്കം കാണിക്കാതെ. കോൾ ദ പോലീസ്. വേഗം വാട്ടെ. എന്താടാ വരട്ടുക നീ? ഏയ് എന്താ നീ പോലീസിനെ വിളിച്ച് വരുത്തിയാം ഞങ്ങൾ എന്താ പേടിക്കോ? ഞങ്ങൾ ആരാന്നറിയാലോ? അക്കടെ ആൾക്കാരാ. ഈ ഹോസ്റ്റൽ എഴുതി തന്നിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ ശാപം പോലും കാണില്ല. ഞങ്ങൾക്കും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ട്. ഈ വേഷം കെട്ടൊക്കെ വേറെ വല്ലയിടത്തും കൊണ്ട നീ കാണിക്കും. എന്താടാ പിന്നെ വാചോടിച്ചോണ്ട് നിൽക്കുന്നേ? എടുക്കണ കത്തി. വില്ലനാടാ ഞാൻ. ഇവിടെ എന്താണ് സീരിയലാണ് എടുക്കണത്? സിനിമയിലെ കോ ഡയറക്ടറാ മോനെ ഞാൻ. ഇവിടത്തെ വലിയ ഡയറക്ടർ ഷാജി കൈലാസിനെ എനിക്കറിയാ. നീ എന്ത് കോ ഡയറക്ടറാടാ? അല്ല ഈ കോ ഡയറക്ടർ എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടർ. ഞാൻ ഫ്രോഡാ, നോണ പറയണ കാത്ത് ഞാൻ കേറ്റും കേട്ടാ. വിടാ വിടാ വിട്ടാടാ. പിള്ളേരെ വീട്ടിൽ പോ, അച്ഛനമ്മ അന്വേഷിക്കും. പോ, 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 പോ. ഓയ് 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 ഇന്ന് ഞാൻ വെറുതെ വിടില്ലടാ. പോടാ. അത് ശരി, ചെറുപ്പക്കാരൊക്കെ പെൺപിള്ളേരെ പൊക്കാൻ നോക്കുക. നിങ്ങളെ പോലുള്ള കിളവന്മാരെ പൊക്കിട്ട് എന്ത് കിട്ടാനാ? ആരവര്? എന്റെ മോന്റെ ആൾക്കാരാ. അച്ഛനമ്മയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഈ കാലത്ത് ഇത്രയും സ്നേഹമുള്ള മോനോ? സ്വത്തൊക്കെ നിങ്ങളുടെ പേരിലായിരിക്കും അല്ലേ? അതെ, എന്റെ പേര് ദക്ഷിണാമൂർത്തി എന്നാ. എന്റെ കുഞ്ഞുനാളിൽ നിങ്ങൾ ഫ്ലാഷ് ബാക്ക് പറയാൻ പോകണോ? പറയ്. എന്റെ കുഞ്ഞുനാളിലെ അമ്മ മരിച്ചുപോയി. പിന്നെ അച്ഛനായിരുന്നു എല്ലാം. ശരി. എന്റെ 20 വയസ്സുവരെ ഞാൻ ചെയ്യാത്ത കുരുത്തക്കേടുകളില്ല. അതൊരു കാലം. അച്ഛൻ മരിച്ചതോടെ ഞാൻ അനാഥനായി തീർന്നു. എനിക്ക് ജീവിതം തന്നെ വെറുത്തു. ആ സമയത്താണ് ഒരു അനാഥാശ്രമത്തിൽ ഞാൻ ലക്ഷ്മിയെ കണ്ടത്. അവളെ കല്യാണം കഴിച്ചതിന് ശേഷം ജീവിതം എന്താണെന്ന് ഞാൻ അറിഞ്ഞു. ഞങ്ങൾ ആദ്യം ആരംഭിച്ചത് ഒരു സ്വർണ്ണക്കടയായിരുന്നു. ഒരുപാട് പണമുണ്ടാക്കി. 20 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ലക്ഷ്മിയുടെ ആഗ്രഹപ്രകാരം അനാഥ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങളൊരു ആശ്രമം ഉണ്ടാക്കി. എൻ്റെ ഭാര്യ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു. എല്ലാവരെയും സഹായിക്കും. ഒരു ജീവൻ ഭൂമിയിൽ നിലനിൽക്കുന്നത് വരെ ആരും അനാഥരാവരുതെന്ന് പറയുമായിരുന്നു. എൻ്റെ ലക്ഷ്മിയുടെ മരണശേഷം അവളുടെ ആഗ്രഹപ്രകാരം ആശ്രമത്തിൽ തന്നെ അവളെ അടക്കം ചെയ്തു. അവളുടെ കൂടെ ഞാൻ ജീവിച്ച നാളുകൾ ഒരിക്കലും എനിക്ക് മറക്കാനാവില്ല. ഫ്ലാഷ് ബാക്ക് ശോകമാണെന്നാ വിചാരിച്ചത്. ഇത് ഹാപ്പിയാണല്ലോ. അങ്ങനെ പറയരുത്. ആർക്കായാലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ദുഃഖം ഉണ്ടാകാതിരിക്കില്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്റെ മകനാണ്. ഇപ്പം നിനക്ക് സ്ഥലം തരാൻ പറ്റുമോ ഇല്ലയോ? അക്ക, ആ സ്ഥലം എന്തിനാ ചോദിക്കുന്നതെന്ന് എനിക്കറിയാം. സ്മാർട്ട് സിറ്റി അതിനടുത്തല്ലേ വരാൻ പോകുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന വില കിട്ടും എന്റെ സ്ഥലത്ത്. നിനക്ക് എത്ര പണം വേണം? പണം എനിക്ക് ആവശ്യമില്ല. രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹം. പക്ഷേ ഇതുവരെ ഒന്നും സാധിച്ചില്ല. അടുത്ത ഇലക്ഷനിൽ അക്കയുടെ പാർട്ടി സ്ഥാനാർത്ഥിയായി എനിക്കൊരു സീറ്റ് തന്നാൽ ഞാൻ MLA ആവും. ആ ഒരു മനസ്സ് കാണിച്ചാൽ മതി. അക്ക പറയുമ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്യാം. ഒരു നയ പൈസയും വേണ്ട. സ്ഥലം എപ്പോഴാ കാണുന്നേ? എത്ര ഏക്കറ? 25 ഏക്കറുണ്ടക്ക. വന്നാട്ടെ. ആ ആശ്രമം ഒരു സ്ഥലമല്ലടാ, അമ്പലമാ. ഇന്നും എന്റെ ലക്ഷ്മി അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അവിടെയുള്ള കുട്ടികളെല്ലാം അവൾക്ക് ജീവനായിരുന്നു. ആ ആശ്രമം നിനക്കൊരിക്കലും ഞാൻ എഴുതി തരില്ല. അതിന്റെ വാല്യൂ അറിയാതെ അച്ഛൻ സംസാരിക്കുന്നത്. MLA ആവണമെന്നുള്ളത് എൻ്റെ 15 വർഷത്തെ ആഗ്രഹമാണ്. അതെന്താ അച്ഛൻ മനസ്സിലാക്കാത്തത്? അച്ഛാ, മര്യാദയ്ക്ക് അതെനിക്ക് എഴുതി തന്നേക്ക്. ഇല്ലെങ്കിൽ ഇപ്പൊ ആ ആശ്രമം വിൽക്കാൻ വേണ്ടിയാ എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്.
കൈ കിട്ടിയില്ലെങ്കിൽ ആ ആശ്രമം ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെയുള്ള പിള്ളേരും സേഫ് ആയിരിക്കും. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എൻ്റെ കൂടെ വന്നേക്ക്. എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം. ഞാൻ എന്തിനാ നിനക്കൊരു ഭാരമാവുന്നത്? അല്ല, അത്രയ്ക്ക് വെയിറ്റ് ഉണ്ടോ നിങ്ങൾക്ക്? എന്താ ഇത്? വരാ, സന്തോഷമായില്ലേ? അല്ല, എത്ര മണ്ഡലങ്ങളാണെന്ന് പറഞ്ഞ? അതിനെപ്പറ്റിയൊക്കെ നമുക്കൊരു 3 ദിവസത്തിനകം തീരുമാനിക്കാം. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും. ഈ സ്മാർട്ട് സിറ്റി എവിടെയാ വരാൻ പോകുന്നേ? അതെ നേതാവേ, പ്രതിപക്ഷം അത് തന്നെയാ ചോദിക്കുന്നത്. എന്താ അരുന്ധതി ദേവി താമസം? നെക്സ്റ്റ് വീക്ക് അനൗൺസ് ചെയ്യാം. ഇനി താമസം ഉണ്ടാവരുത്. വാ പോകാം. ചന്ദ്രമോഹൻ എന്താ ലൈനിൽ കിട്ടിയില്ലേ? എത്ര പ്രാവശ്യം വിളിച്ചിട്ട് എടുക്കുന്നില്ല. അവന്റെ നമ്പർ പറ. 80150. സാറേ, എന്തിനാ സാറേ ടെൻഷൻ അടിക്കുന്നേ? ഇന്നാടാ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാന്ന് വാക്ക് പറഞ്ഞത്. സാറ് ഒരാഴ്ച കൂടി സമയം ചോദിക്കും, നമുക്ക് കണ്ടുപിടിക്കാം. കയ്യിലുള്ളത് കളഞ്ഞു വിളിച്ചിട്ട് ഇപ്പൊ കണ്ടുപിടിക്കാവുന്നോ? കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ കഥ കഴിഞ്ഞു. സാറിന്റെ മോളില് ഉണ്ട് സാർ. സാർ, അക്ക വരുന്നുണ്ട്. ഫോൺ ചെയ്താ എടുക്കാൻ പറ്റില്ലല്ലേ? എല്ലാം അച്ഛൻ്റെ പേരിലാണ് ഉള്ളത്. അച്ഛൻ ഒപ്പിട്ടാലേ അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഇതാണോ നിന്റെ അച്ഛൻ? ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കേരളത്തിലുള്ള എല്ലാ ലാൻഡ് ബ്രോക്കേഴ്സിനും അയച്ചു കൊടുക്ക്. മെയിലായിട്ടോ കൊറിയറായിട്ടോ നാളെ അത് അവരുടെ കയ്യിൽ എത്തിയിരിക്കണം. ലോഡ്ജ്, വീട്, അമ്പലം, ഒരു സ്ഥലവും ബാക്കി വെക്കാതെ കളവനെ അന്വേഷിക്കുക. ഈ ആഴ്ച തന്നെ രജിസ്ട്രേഷൻ നമുക്ക് നടത്തണം. എടാ, ആ കിളവനെ ആരോ വെട്ടാമെന്നു നീ രക്ഷപ്പെടുത്തി എന്നുള്ളതൊക്കെ ശരി തന്നെ. എന്നിട്ട് അയാളെ മുറി കൊണ്ട് താമസിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്? ചാൾസേ, വിശന്നലയുന്ന സമയത്ത് ആരെങ്കിലും ഒരു നേരത്തെ ആഹാരം തന്നിട്ടുണ്ടെങ്കിൽ അവനെ ദൈവം പോലെ ഞാൻ കാണുന്നത്. പാവാടാ വയസ്സൻ 10-25 വർഷമായിട്ട് എത്രയോ അനാഥ പിള്ളേരെ ദത്തെടുത്ത് ആശ്രമത്തിൽ താമസിപ്പിച്ച് പഠിപ്പിക്കുക. അയാളുടെ കയ്യിൽ നിന്ന് ഒരു ഒപ്പ് കിട്ടിയാൽ മാത്രം മതി. എല്ലാ കുട്ടികളും അനാഥരായിട്ട് വീണ്ടും റോട്ടിൽ വരും. അയാൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആ കുട്ടികൾക്ക് എന്നും നല്ലത്. സാറേ പറഞ്ഞോ. ഷൂട്ടിംഗ് സ്പോട്ടിന് അടുത്താ ഉള്ളത്. ഇവിടെ ചായ കുടിച്ചോണ്ടിരിക്കുക. ഒരു 5 മിനിറ്റിനുള്ളിൽ വന്നേക്കാം. ശരി സാർ. ചേട്ടാ, ഒരു ചായതാ. നമ്മുടെ സ്റ്റോറിയിൽ ഒരു കിഡ്നാപ്പ് സീൻ ഇല്ലേ? ഇതിന്ന് അടിച്ചു മാറ്റി എഴുതി ചേർക്ക്. നമുക്ക് വെറൈറ്റി ആയിട്ട് എടുക്കാം. മുത്തശ്ശ, കാപ്പി കുടിക്കുന്ന ശീലമുണ്ടോ? അല്ല, ഞങ്ങൾക്കുണ്ട്. മുത്തശ്ശ, വെള്ളമടിക്കുന്ന ശീലമുണ്ടോ നിങ്ങക്ക്? അതൊക്കെ ഞാൻ നിർത്തിയിട്ട് 10-15 വർഷമായി. ഭഗവാനെ, എങ്കിൽ ഇന്ന് അടിച്ചിട്ട് തന്നെ. നിക്കേ, എവിടെ പോയിട്ട് വരുവാ? പുറത്തേക്ക് ഇറങ്ങിയതാ. പുറത്തേക്ക് ഇറങ്ങിയതാ? ഒച്ചത്തി പറഞ്ഞ പേടിക്കുന്നു വിചാരിച്ചോ? ഈ തുണി കൊണ്ടേ വിരിച്ചിട്ട് 4 നേരം വെട്ടി വിഴുങ്ങാനറിയാം. എന്തേട്ടാ? മൂന്നനെ വിളിച്ചപ്പോ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. ചാർജ് പോയതാ. അല്ല, നാളെ ഷൂട്ടിംഗ് ഉണ്ടോ? ഇല്ല. എന്തേട്ടാ? നമ്മുടെ അക്കയുടെ പാർട്ടി മീറ്റിംഗ് ആണ് നാളെ. അതിന് സെക്യൂരിറ്റി ആയിട്ട് 100 പേരെ ചോദിച്ചിട്ടുണ്ടേ. നിങ്ങളൊരു 10 പേര് പോരെ? ഏട്ടാ,
ഈ വില്ലന്റെ പുറകെ ഗുണ്ടകളായിട്ട് നിൽക്കുന്നതൊക്കെ ജീവിക്കാൻ വേണ്ടിയാ. ഈ രാഷ്ട്രീയക്കാരായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ട. എടാ നല്ല കാശ് കിട്ടും. വെട്ടുകത്തി എടുത്ത് കൊട്ടേഷൻ ഇറങ്ങി 5 മിനിറ്റ് കൊണ്ട് ലക്ഷക്കണക്കിന് സമ്പാദിക്കാം. കാശുണ്ടാക്കാനാണ് സിനിമയിൽ ചേർന്നത്. ഇതൊക്കെ ഞങ്ങളുടെ സ്വപ്നം ഏട്ടാ. എല്ലാ സിനിമ പോസ്റ്റിലും ഞങ്ങളുടെ മുഖം ഉണ്ടാവണം. ഞങ്ങളുടെ ഫൈറ്റ് കണ്ട ഉടനെ കൈയടിക്കണം, വിസിലടിക്കണം, ഡാൻസ് ചെയ്യണം. അത്രേ ഉള്ളൂ. ഒരു വലിയ നടനാവണമെന്ന ആഗ്രഹം ഞങ്ങൾക്ക്. അത് മനസ്സിലാക്കട്ടെ. ഏട്ടൻ ഞങ്ങളെ കൊട്ടേഷനായിട്ട് കാണരുത്. ഇനി ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുതേ. ഓ ഇവൻ നന്നാവാൻ പോണില്ല. ഡാളിയാ സെറ്റ് ചെയ്ത് വെക്കണേ. മുത്തശ്ശനെ കൂട്ടിയിട്ട് വരാം. ഇവന്റെ ഒരു കഥയുണ്ട് മുത്തശ്ശ, സൂപ്പറാ. പറടാ. എന്റെ ലവ് ഒരു കാലിൽ മൈലാഞ്ചിട്ട് ബസ് കാത്ത് നിൽക്കായിരുന്നു. ബസ് വന്നപ്പോൾ അവള് കയറിപ്പോയി. അവളുടെ തലയിൽ വെച്ചിരുന്ന പൂ താഴെ വീണു. ആ മുല്ലപ്പൂ കണ്ടപ്പോൾ എന്റെ മനസ്സിലൊരു കവിത വന്നു. നിന്റെ മൈലാഞ്ചി കാൽ തൊട്ട മണ്ണിൽ മുല്ലപ്പൂ പൂത്തല്ലോടി എന്നായിരുന്നു ആ കവിത. ആ കവിതയും കൊണ്ട് ഞാൻ അടുത്ത ദിവസം കാത്തിരുന്നു. അവൾ വന്നില്ല. അടുത്ത ദിവസം പോയി, അപ്പോഴും വന്നില്ല. ഇതുവരെ അവൾ വന്നില്ല മുത്തച്ഛ. അവള് കല്യാണം കഴിച്ച് പോയാലും സാരമില്ല. എന്റെ കവിതയൊന്നും അവളെ കാണിച്ചില്ലെങ്കിൽ എന്റെ മനസ്സിലെ വിഷമം തീരൂല. മണ്ട മരമണ്ട, നല്ലൊരു കവിത വേസ്റ്റ് ആക്കിയില്ലേ? ഞാനായിരുന്നെങ്കിൽ ആ കവിത കൊണ്ട് 5 പെണ്ണുങ്ങളെ ലൈനിലാക്കിയേനെ, 5 എണ്ണത്തിന്. ദക്ഷിണേ ചെറുപ്പത്തില് ഞാൻ ലൈൻ അടിച്ച പെണ്ണുങ്ങളുടെ എത്രയാണെന്ന് പോലും എനിക്കറിയില്ല. ഇന്ത്യ ബ്രിട്ടീഷുകാര് ഭരിച്ചോണ്ടിരുന്നപ്പോ എനിക്ക് ഒരു മദാമ്മയുമായിട്ട് ബന്ധമുണ്ടായി. എന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയ എന്റെ ഫസ്റ്റ് ലവ് മേരി മാർഗരറ്റ് in 1942. ഞാൻ ഇന്നലെ പറഞ്ഞതൊന്നും ഷൺമുഖത്തിനോട് ചോദിക്കണ്ട. ദക്ഷിണേ താഴോട്ട് പോയിക്ക്, ഞാൻ വന്നേക്കാം. ചെല്ലടാ. ശരി. അയ്യേ 11 മണി വരെ കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ എങ്ങനെ ഡയറക്ടർ ആകാൻ പറ്റും? എന്തൊരു ജീവിതമായത്. ചേട്ടാ മോനെ, ദക്ഷിണയെ ചേട്ടൻ ടോർച്ചർ ചെയ്യാറുണ്ടോ? അത്യാവശ്യം ചെയ്യാറുണ്ട്. പിന്നല്ലാതെ വൃത്തസ്ഥാനത്ത് ജീവിക്കണ്ടവനെ ഇവിടെ താമസിപ്പിച്ചാ ഞാനെങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് കഥ എഴുതുന്നത്? എന്നെ പോലുള്ള ക്രിയേറ്റേഴ്സിന് തനിച്ചിരുന്നാലാ ബുദ്ധി പ്രവർത്തിക്കുക. ബുദ്ധി ഉണ്ടെങ്കിലല്ലേ പ്രവർത്തിക്കുക. എന്താ പറഞ്ഞേ? എന്താ? എനിക്ക് കഥ എഴുതണ്ടേ, പടം ഡയറക്ട് ചെയ്യണ്ടേ, കല്യാണം കഴിക്കണ്ടേ, കുടുംബത്തോടെ ജീവിതം നയിക്കണ്ടേ? നോക്ക, കിളവനെ വേഗം സ്ഥലം മാറ്റിക്കോ. എന്റെ കൂടെ നിർത്തി ഞാൻ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യും. വെരി ഗുഡ്. ഇങ്ങനെ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്തു. റോട്ടിൽ കിടന്ന് ഒരുത്തനെ വിളിച്ചുകൊണ്ടൊന്ന് ചോറ് എടുക്കാൻ ഞാനെന്താ മണ്ടനാ? ആ കിഴവന് 300 കോടി രൂപയുടെ സ്വത്തുണ്ട്. 300 കോടിയോ? ഒരു പ്രൊഡ്യൂസർ ആണല്ലോ നഷ്ടമായത്. അതുകൊണ്ടാണ് എന്റെ ലൈഫ് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിൽ ആവാൻ ഞാൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ടോർച്ചർ ചെയ്തോളൂ. അപ്പോഴേ എന്റെ ലൈഫ് സെറ്റിൽ ആവും. ഇടയ്ക്ക് കയറി സെന്റിമെന്റൽ ഡയലോഗ് അടിച്ച് ഷെയർ വാങ്ങിക്കാൻ ശ്രമിച്ച ഇനി ഇവൻ ടോർച്ചർ ചെയ്യില്ല. എന്റെ ഷെയർ ആർക്കാ വേണ്ടത്? 300 കോടിയും അടിച്ചു മാറ്റും ഞാൻ. എന്നാ സാറേ? ജയസൂര്യയുടെ പടവാ. ഞാനും ജയസൂര്യയും കൂടിയാ. ഇങ്ങോട്ട് നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോടാ? പെമ്പിള്ളേരെ ശരി, കാണുമ്പോ ഇപ്പോഴത്തെ ഇവനൊക്കെ സിറ്റുവേഷൻ വാചകം മോശം. കൂടുതലാ. പിന്നെ വിളിക്കാം. എരണം കെട്ടവൻ. അവള് തുപ്പിയത് നിന്നെയാടാ. ഒന്ന് ചുമ്മാ ഇരടാ. അതിന് പോലെ നിന്നെ ആരും നോക്കുന്നില്ലല്ലോ. ഇതൊക്കെ നാണക്കേടല്ലേടാ? എന്താ മുത്തശ്ശ ചെയ്യാം? പെണ്ണിന്റെ കൂടെ എപ്പോഴും എസ്കോട്ട് അമ്മയല്ലേ. പെണ്ണ് സൈറ്റ് അടിച്ച അമ്മയ്ക്കാ ദേഷ്യം. സ്വതന്ത്രമായിട്ടൊരു സൈറ്റ് പോലും അടിക്കാൻ പറ്റുന്നില്ല. അതിനൊക്കെ ഒരു ട്രിക്ക് ഉണ്ടടാ മടക. ട്രിക്കോ? ഇത് അങ്ങോട്ട് നോക്ക്. എന്തായാലും ഇന്ന് നേരത്തെ രണ്ടുപേരും ഇങ്ങോട്ട് നടന്നു വരുന്നില്ലേ? ആ പെണ്ണ് സൂപ്പറാ. എടാ, പെണ്ണിനെ നോക്കാതാടാ, അവളുടെ അമ്മയെ നോക്ക്. അയ്യേ, കണ്ണു തുറന്ന് നോക്കടാ, സൂക്ഷിച്ചങ്ങോട്ട് നോക്ക്. ഇന്നെന്താ പരിപാടി? നീ പറഞ്ഞോളൂ. മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങട്ടെ നമുക്ക്. മുത്തശ്ശ അമ്മ ലൈനിൽ വീണെന്നാ തോന്നുന്നത്. ഇനി നോട്ടം ഒന്ന് മാറ്റി പിടിച്ചു നോക്ക്. ഇവന് നല്ല ഡിഫറെന്റ് ലുക്ക് ഉണ്ടല്ലോ. ചിലപ്പോ വല്ല പോപ്പ് സിംഗറും ആയിരിക്കും. മുത്തശ്ശ, ഇത് വെറും ABCD മാത്രമേ ആയിട്ടുള്ളൂ. ഇതിൽ നീ ഡിഗ്രി എടുക്കണം. എന്താ ദക്ഷിണേ ക്ലാസ് എടുക്കുക? അല്ല, ഇവൻ ആരെങ്കിലും ലൈൻ അടിച്ചോ അതോ ഒറ്റയ്ക്ക് കിടന്ന് കറങ്ങുകയാണോ? എന്നെ വിട് ദക്ഷിണേ.
നമുക്ക് ആ പരിപാടി ശരിയാവില്ല. വെറും ലുക്ക് മാത്രമേ ഉള്ളൂ. ഒരു 100 ആണുങ്ങളെ അടിക്കാൻ പറഞ്ഞേ, അടിച്ച് ഓടിച്ചോളെ എല്ലാത്തിനെയും. പക്ഷേ ഈ പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോഴേ ഒരു ഷിവറിങ്, അതാ ഈ ലുക്ക് മാത്രമാക്കി. അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. ഏ കുട്ടി, നിന്നെ തന്നെയാ. ദക്ഷിണേ, ഏ കുട്ടി, എന്താ ഇവനെ തന്നെ നോക്കുന്നത്? ഞാൻ അവളെ കാണിച്ചു കൊടുക്കാം. കയ്യിൽ നിന്ന് ഇവനെ നോക്കിയില്ലെന്ന് മാത്രം നീ കള്ളത്തരം പറയരുത്. നീ ഇവനെ സൈറ്റ് അടിച്ചിട്ട് പിന്നെ അവന്മാര് നിന്റെ പറയെ നടക്കും. അവസാനം അച്ഛൻ സമ്മതിച്ചില്ല, അമ്മ തൂങ്ങിച്ചാവും, അതുകൊണ്ട് ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് വേറെ എവനെങ്കിലും വന്ന് കല്യാണം കഴിച്ചോണ്ട് പോകും. ഈ പയ്യന്മാരാണെങ്കിൽ ജീവിതകാലം മുഴുവനും ഇങ്ങനെ അരഞ്ഞു തിരിഞ്ഞ് നടക്കും. അതാണ് തലയിലെഴുത്ത്. അതല്ലേ നിന്റെ ഉദ്ദേശം? സത്യം പറ, ഇവനെ നീ ലൈൻ അടിച്ചോ ഇല്ലയോ? നീ മിണ്ടരുത്. ഇല്ല, ഞാൻ നോക്കിയില്ല. വെറുതെ എന്നോട് കള്ളം പറഞ്ഞ് എന്നെ ടെൻഷൻ ആക്കരുത്. നീ ഇവനെ സൂക്ഷിച്ച് നോക്കുന്നത് ഞാൻ കണ്ടു. അതിനിപ്പോ ചോദിക്കാനെന്താ? ആ ഇവള് നോക്കി. എന്താടി ഒച്ചയെടുക്കുന്നത്? അത് അവള് തന്നെ പറയട്ടെ. നോക്കിയെന്ന് പറയടി, പറ. ഞാൻ നോക്കി. അങ്ങനെ വഴിക്ക് വാ. കണ്ടില്ലേ, അവള് നിന്നെ നോക്കിയിരുന്നു. സൂക്ഷിച്ചോ നീ. വാ മോനെ. എന്താ ദക്ഷിണ ഇങ്ങനെ കാണിച്ചത്? നിനക്കറിഞ്ഞൂടാ, എന്തായിരുന്നാലും ഒന്നും ഒളിച്ചു വെക്കരുത്. മുമ്പിൽ ചെന്ന് മുഖത്ത് നോക്കി ചോദിക്കണം. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? മറ്റുള്ളവരൊക്കെ എന്താ വിചാരിക്കുക? മറ്റുള്ളവരെ കുറിച്ച് നീ എന്തിനാ അന്വേഷിക്കുന്നത്? നീ ശ്രമിച്ചാലേ അവള് വഴിക്ക് വരൂ, അറിയോ? ചുമ്മാ ദക്ഷിണേ. നിങ്ങൾ പോയിക്കോ, ഞാൻ വരാം. ഞാനും വരുന്നു. ഓ, ഞാൻ വരാം. പോ പോ. ചെല്ല്, ഇപ്പൊ കിട്ടും. ഫീലിംഗ് വെരി സോറി. ഇറ്റ്സ് ഓക്കേ, നോ പ്രോബ്ലം. മുത്തശ്ശൻ ചെയ്ത് തെറ്റ് തന്നെ. വെറുതെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്തൊക്കെ പറഞ്ഞ. സാരമില്ല, പ്രായമുള്ള ആളല്ലേ. ഐ ആം സോറി ടു. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലല്ലോ അല്ലേ? മുത്തശ്ശ, എന്നോട് ദേഷ്യമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്നലെ ഞാൻ ശരിക്കും ദേഷ്യം പിടിച്ചതല്ല, ചുമ്മാ പിടിക്കാം. എന്റെ കഥയിലെ ഒരു പ്രധാന സീൻ ഒരു മുത്തശ്ശനെ ടോർച്ചർ ചെയ്യുന്നതാ. പ്രായമായവരെ കണ്ടമാനം വഴക്ക് പറഞ്ഞ അവരുടെ മുഖത്ത് എന്തൊക്കെയാ എക്സ്പ്രഷൻസ് വരുന്നെന്ന് മനസ്സിലാക്കാനാ ഞാൻ അങ്ങനെ ചെയ്തത്. അത് ഞാൻ അഭിനയിച്ചതാ. എന്റെ കഥയുടെ ടൈറ്റിൽ പറയട്ടെ, മുത്തശ്ശൻ പറഞ്ഞ സത്യങ്ങൾ. എങ്ങനെയുണ്ട് ടൈറ്റില്? എന്റെ കഥ ഒറ്റ വരിയിൽ പറയുകയാണെങ്കിൽ അച്ഛന്റെ കാലശേഷം മുത്തശ്ശന്റെ കാലമാ. മുഴുവൻ കഥയും കേൾക്കാതെ അഭിപ്രായം പറയരുത്. 300 കോടി എങ്ങനെയെങ്കിലും അതൊന്ന്. ഞാൻ കഥ പറയാം. മുത്തശ്ശൻ മെഡിറ്റേഷൻ മൂഡിലേക്ക് വന്നാട്ടെ. ഓപ്പണിംഗ് സീനില് ദക്ഷിണേ, ഇവന്റെ എൻട്രി കൊളവാക്കി. കഥ ആരോടും പറയണ്ട. ദക്ഷിണെ കഥ പറഞ്ഞ് കുപ്പിയിലാക്കാൻ നോക്കുക അല്ലേ? നടക്കൂല നീ മോനെ. എവിടെ പോയിട്ട് വരിക? ചായ കുടിക്കാൻ പോയതാ. കള്ളം പറയരുത്. നീ ആ പെണ്ണിനോട് പോയി സോറി പറഞ്ഞില്ലേ? ദക്ഷിണേ, ആ പെണ്ണ് നിന്നോട് സോറി പറഞ്ഞിരിക്കുമല്ലോ. അതെങ്ങനെ മനസ്സിലായി? ഒന്നും സംസാരിക്കാനില്ലാതെ രണ്ടുപേരും കൂടി ചേർന്ന് സോറി സോറി എന്ന് പറഞ്ഞ് സമയം കളഞ്ഞിരിക്കുമല്ലോ. ദക്ഷിണേ, ദൈവമേ. എഴുന്നേക്ക്, 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 എഴുന്നേക്ക്. എന്നോടാണോ നിന്റെ അഭിനയം? ഞാനിത് ഒരുപാട് കണ്ടിട്ടും പഠിച്ചിട്ടുള്ളതാണ്. അതെ. അതുകൊണ്ട് എൻ്റെ അടുത്ത് കളി വേണ്ട. അല്ല, ഒരു 6 മാസത്തെ പഴക്കമുണ്ടോ നിങ്ങളുടെ ലവിന്? അല്ല ദക്ഷിണേ, ഒരു 3 വർഷമായിട്ട് നോക്കി രുചിക്കുക. എന്ത്? 3 വർഷമായി നോക്കുക മാത്രമേ ഉള്ളൂ? അയ്യേ, ഇരിക്ക്, ഇരിക്ക്. മുന്ത, നാളെ രാവിലെ നിന്റെ മുമ്പിൽ കൂടെ ആ പെണ്ണ് നടന്നു പോകുമ്പോ ലൈറ്റ് ആയിട്ടൊരു ചിരി അവക്കുണ്ടാവും. നോക്കിക്കോ. അങ്ങനെ ചെയ്യുന്ന യാ, നോക്കാം. വരുന്നുണ്ടാ?
സോറി ഏട്ടാ. അവള് വരുന്നുണ്ടോ എന്ന്. ഇല്ല. മുകുന്ദ ഞങ്ങൾ പോട്ടോ. ബൈ ബൈ. വരുന്നുണ്ട്. നോക്കുന്നുണ്ടോ എന്ന്? ഇല്ല. അവളെ തന്നെ സൂക്ഷിച്ചു നോക്ക്, നോട്ടം മാറ്റാതെ. കിഴങ്ങൻ. എന്താ ഉണ്ടായേ പറ. എനിക്ക് രോമാഞ്ചം വരുന്ന എന്താ, നീ ആ രോമാഞ്ചമൊക്കെ മാറ്റി വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ നിങ്ങൾക്ക് ഇപ്പൊ ട്രീറ്റ് തരണം, അത്രയല്ലേ ഉള്ളൂ. പറ എവിടെ പോണം? പറ. മുത്തച്ഛ സ്മോൾ ഉള്ള സ്ഥലത്തേക്ക് പോവാ. ഒന്ന് മിണ്ടാതിരിക്കടാ മണ്ട, മരമണ്ട ഫൂൾ. ഡാ, ആ പെണ്ണിനോട് സൺഡേ സിനിമയ്ക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കും. ചെല്. സിനിമയ്ക്ക് ഒരു ചാൻസും ഇല്ല. 3 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാ മുഖത്ത് നോക്കി ചിരിക്കുന്നത്. 3 വർഷമായി നോക്കാത്തവളെ നിന്നെ നോക്കി ചിരിക്കാൻ പറ്റവൻ ആരാടാ? ഈ മന്മഥ രാജാവാടാ. ഒരു മന്മഥ രാജാവ്. എടാ, എന്റെ ജീവിതത്തില് ഇങ്ങോട്ട് വന്നേ. പോട്ടാ, പിന്നെ കാണാം. ഇങ്ങോട്ട് മാറി നിക്കട കാറ്. പോ. ജീവിതത്തിൽ ചില കാര്യങ്ങള് പോടാപ്പാ. ജീവിതത്തിൽ ചില കാര്യങ്ങൾ മാറ്റിവെക്കണം. വിശപ്പുണ്ടാകുമ്പോൾ ഭക്ഷണം കഴിക്കണം. അതേപോലെ പ്രേമം തോന്നുമ്പോൾ പ്രേമിക്കണം, അല്ലെങ്കിൽ ജീവിതം പോക്കാ. പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷേ ഡയലോഗിനൊരു റൈമിംഗ് ഇല്ല. എടാ, ഈ ദക്ഷിണാമൂർത്തിയുടെ കയ്യിൽ പല നമ്പറുകളും ഉണ്ട്, ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. എടാ, ഈ ലവിന്റെ രഹസ്യം വളരെ സിമ്പിളാ. ലവറോട് സംസാരിക്കാൻ ആഗ്രഹിച്ചോണ്ടിരിക്കുന്നവർ തോറ്റുപോകും, പെട്ടെന്ന് സംസാരിക്കുന്നവർ വിജയിക്കും. ഇപ്പൊ എന്താ, ഞാൻ ആ പെണ്ണിന്റെ അടുത്ത് പോയി സംസാരിക്കും. അത് തന്നെ. എന്നാ അത് ചെയ്തിട്ടെന്നെ കാര്യം. ലുക്ക് മീ. ലവറോട് സംസാരിക്കാൻ പോകുന്നത് പോലെ പോടാ. ഇത് ബലാത്സംഗം ചെയ്യാൻ പോകുന്ന പോലല്ലേ പോകുന്നത്. കഷ്ടം തന്നെ. അതല്ല ദർശന, ഈ വില്ലനായിട്ട് അഭിനയിച്ച അങ്ങനെ ആയിപ്പോയതാ. സമ്മതിച്ചടാ. ലൂസ് ദി ബോഡി, ലൂസ് ദി ബട്ടക്സ്. എന്തായി കാണിക്കുന്നേ? ഇങ്ങനെ അറിയില്ല ദാ ഇവിടെ എന്നെ നോക്ക്. ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതുപോലെ ചെയ്യും. ദാ പിടിക്ക. ഹായ്. ഹായ്. എങ്ങോട്ടാണ് വരുന്നത്? നിന്നെ നോക്കി തന്നെയാ വരുന്നത്. എന്നെ എന്തിനാ അവര് നോക്കുന്നത്? എനിക്കറിയില്ല. ഇങ്ങോട്ടാണോ വരുന്നത്? എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? നമുക്ക് എപ്പോഴാ ക്ലാസ് തുടങ്ങുന്നത്? അവരടുത്ത് വന്നോ? നോക്കിക്കേ. എന്താ പറയാൻ ആർക്കറിയാം. ഹായ്. ഹായ്. സൺഡേ മായാജാലത്തിൽ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. വരുന്നോ? എന്തിന്? പടത്തിന്. പടത്തിനോ? അതെ. എനിക്ക് വരാൻ പറ്റില്ല. എന്തുകൊണ്ട് വരാൻ പറ്റില്ല? അടിച്ചു നോക്കിയില്ല, നിന്നോട് കള്ളം പറഞ്ഞില്ലേ? നോക്കിയോ ഇല്ലയോ? നോക്കിന്ന് പറയും. എന്നാ സിനിമയ്ക്ക് വിളിച്ചാ പറ്റില്ല. എന്താ മോളെ, ഇവനെ കണ്ട വട്ടാണെന്ന് തോന്നുന്നോ? ഏയ്, നീ വരും. വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ പോക്കും. നിനക്ക് കിട്ടുവാടി. നീ വരും. വാ വാ, നീ വന്നിരിക്കും. എന്താ ദക്ഷിണ, ഇങ്ങനെയാണോ സംസാരിക്കണ്ടേ? ഇവളോടൊക്കെ ഇങ്ങനെ സംസാരിച്ചെങ്കിലേ കാര്യം നടക്കൂ. ഏയ്, നീ വരും. ഇടയ്ക്ക് ലുക്കെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പൊ അതും പോയി. വേണോടാ, നിനക്ക് അങ്ങനെ തന്നെ വേണം. അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോ നിന്റെ ബുദ്ധി അവിടെ പോയി. എന്റെ ബുദ്ധിയാണ് അങ്കിൾ. നിനക്കല്ല. വാടാ ഇങ്ങോട്ട്. കാണുന്നവര് വട്ടാന്ന് വിചാരിക്കും. സമയവും പോയി. സർ, ബാഹുബലിയുടെ ടിക്കറ്റ് കയ്യിലുണ്ടോ? ഉണ്ടല്ലോ. എത്രയാ സർ? 120 രൂപ. എന്തിനാ? 2 ടിക്കറ്റ് വേണം സർ. ഉഡ്ബിയം കൂട്ടി വന്നതാ. ടിക്കറ്റ് തീർന്നു പോയി സർ. വല്ല കോർണർ സീറ്റ് ആയാലും കുഴപ്പമില്ല സർ.
സാർ വേണമെങ്കിൽ 100 രൂപ എക്സ്ട്രാ തരാം സാർ. ഞാനെന്താ ബ്ലാക്കിൽ വിൽക്കുന്നവനാ? ഇല്ല സാർ. പിന്നെന്താ? സോറി സാർ. ഞാൻ വുഡ്ബിക്ക് കാത്തുനിൽക്കുന്നു. ഓക്കെ സാർ, ഓക്കെ സാർ, ഓക്കെ സാർ, സോറി സാർ. ഓക്കെ സാർ, കാലിയാക്ക് മോനെ. താങ്ക് യു. സന്തോഷായില്ലേ? ശരിയാ, ഇത് കേട്ട എന്നെ തല്ലണം. നമുക്ക് തിരക്കില്ലാത്ത സിനിമ തിരക്കില്ലാത്തടത്ത് കേറിയിട്ട് എന്റെ ദൈവമേ, നീ പോയി ചോദിക്ക. പടം തുടങ്ങാൻ പോവാ. സമയമായി. പടം തുടങ്ങിയിട്ടുണ്ടാവും. അവളിനി വരവൊന്നുമില്ല. സാർ ഞാനും അതന്നെ സാർ പറയുന്നത്. സാർ സമയമായി സാർ. ഫസ്റ്റ് ടൈമാ സാർ, ഞങ്ങളെങ്കിലും പ്ലീസ്. ഏയ് വേണ്ട, പൊയ്ക്കോ. ദക്ഷിണ സാർ ടിക്കറ്റിന്റെ കാശോ? Enjoy. താങ്ക് യു സാർ, താങ്ക് യു ബ്രദർ, താങ്ക് യു സാർ. എടി വൺസ് ലവ് ആയിരിക്കും, അതാ ആള് വരാത്ത. എന്താ നിങ്ങൾ മനസ്സ് വിചാരിച്ചിരിക്കുന്നത്? അവള് വരില്ല. വരില്ലെന്നോ? പിന്നെന്തിനാ അവളെ സിനിമയ്ക്ക് വിളിച്ചത്? അങ്ങനെ വിളിച്ചില്ലെങ്കിൽ അവൾ ലവ് പ്രപ്പോസ് ചെയ്യില്ലല്ലോ. ഞാനെപ്പോഴാ ലവ് പ്രപ്പോസ് ചെയ്തത്? എടാ, ഐ ലവ് യു എന്നൊക്കെ പറയുന്നത് അന്നത്തെ കാലം, ഞങ്ങളുടെ കാലം. സിനിമയ്ക്ക് വരാമെന്ന് പറഞ്ഞ് സിഗ്നൽ നൽകുന്നത് ഈ കാലം. ഇതെല്ലാം ഓക്കെ, അവള് വന്നില്ലല്ലോ. അവൾ അതിന് വന്നില്ലല്ലോ. എന്താ വരാത്തെ? എന്നോട് തന്നെ ചോദിക്ക്. മുകുന്ന, വിളിച്ച ഉടനെ വരുന്നത് ഒരു ടൈപ്പ്. ഇനി വേറൊരു ടൈപ്പ് ഉണ്ട്. വിളിച്ച ഉടനെ വന്ന അത് തെറ്റ്, അത് വേറൊരു ടൈപ്പ്. ഇങ്ങനത്തെ പെൺകുട്ടികള് അയ്യോ പോകാമായിരുന്നല്ലോ, മിസ്സായല്ലോ എന്നും പറഞ്ഞ് നിന്നെ പറ്റി മാത്രം ചിന്തിച്ചോണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. നാളെ നോക്കിക്കോ, ആ പെണ്ണ് നിന്നെ ക്രോസ് ചെയ്ത് പോകുമ്പോ നിന്നോട് സംസാരിക്കാൻ വരും. അങ്ങനെ ലവ് ടേക്ക് ഓഫ് ആവും, പിന്നെ ഫുൾ ചാർജ് ആവും. മാഡം മാഡം ഒരു ചോദ്യം കൂടി. മാഡം പ്ലീസ്. ഐക്യമുന്നണിയില് 85 സീറ്റ് ചോദിച്ചായിട്ടാണല്ലോ പുറത്തറിയുന്നത്. അത് നിങ്ങളുടെ ഭാവനയാ. മാഡം TR ബിൽഡർ ഓണർ വാപ്പയ്ക്ക് നിങ്ങൾക്ക് തമ്മിൽ എന്താ ബന്ധം? അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. മേഡം, ഐക്യമുന്നണിക്ക് അല്ലാതെ വേറൊരു മുന്നണിക്ക് ഇവിടെ ഭരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അത് സത്യം തന്നെയാ. എപ്പോഴാ മാഡം CM ആവുന്നത്? ആർക്കാ അത് ആഗ്രഹമില്ലാത്തത്? മാഡം, കേരളം മുഴുവൻ സ്ഥലം കയറുന്നതായിട്ടൊരു പരാതി ഉണ്ടല്ലോ. അത് നുണയാ. അതിന് തെളിവുണ്ട് മാഡം. മൂന്നാർ ഭാഗത്ത് ആയിരക്കണക്കിന് ഏക്കർ സ്ഥലമാണ് മാഡം കൈയടക്കി വെച്ചിരിക്കുന്നത്. രാഷ്ട്രീയത്തിലെ നിങ്ങളുടെ പിടിപാട് കൊണ്ട് നിങ്ങളുടെ സ്ഥലത്തിന് തൊട്ടടുത്താണ് സൈബർ പാർക്ക് വരാൻ പോകുന്നത്. അത് മുൻകൂട്ടി കണ്ട് മാഡത്തിന്റെ സ്ഥലത്ത് ഒരു 5 സ്റ്റാർ റിസോർട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. മൂന്നാറിൽ അങ്ങനെ റിസോർട്ട് പണിയാൻ പാടില്ലെന്ന് മാഡത്തിന് അറിയാലോ. അത് മാത്രമല്ല, മാഡത്തിന്റെ സ്ഥലത്തിന് ശരിയായ പട്ടയമില്ലെന്നാണ് വിവരാവകാശ കമ്മീഷൻ വഴി ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ദക്ഷിണ നമുക്ക് പോവാം. നീ പൊയ്ക്കോ, ഞാൻ വരുന്നില്ല. ദക്ഷിണേ, എന്തു പറ്റി ദക്ഷിണേ? മനസ്സിന് സുഖം തോന്നുന്നില്ല. അമ്പലത്തിൽ വന്നിട്ട് സമാധാനം കിട്ടിയില്ലെങ്കിൽ ഒരു ബീറടിച്ചാ മതി. എന്താ ഉണ്ടായെന്ന് ചോദിക്കുന്നതിന് പകരം ഓടി പെണ്ണേ, അതൊക്കെ പോട്ടെ. എന്താ പ്രശ്നം പറ. ഒന്നുമില്ലടാ. ദക്ഷിണേ, ഇവിടെ നോക്ക്. ഒന്നുമില്ലടാ മൂന്നാന്ന് പറഞ്ഞ് ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങിയല്ലോ. ഞാൻ ഇവിടുന്ന് പോവേ. നാളെ എന്റെ ഭാര്യ ലക്ഷ്മിയുടെ ആണ്ടാ. ഓ ശരി ശരി ശരി. ഈ ദിവസം ഞാൻ എപ്പോഴും ആശ്രമത്തിലായിരിക്കും. അവിടെയുള്ള കുട്ടികള് ഈ ദിവസം ഞാൻ ചെല്ലുമെന്ന് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടാവും. എന്നാ എനിക്ക് പോകാൻ പറ്റില്ല. അതെന്താ? നാളെ ഞാൻ ആശ്രമത്തിൽ എത്തുമെന്ന് എന്റെ മകൻ അറിയാം. അവനറിയാതെ ആശ്രമത്തിൽ എത്തുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. ബുദ്ധിമുട്ടുള്ള കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് ഈ ഫൈറ്റർ മൂന്തൻ. ഇതൊക്കെ ഒരു മാറ്ററാണ്. നാളെ നമ്മൾ പോകും.
ഹലോ ആരാ? ആർ.കെ. നഗറിലെ നിന്റെ മൂന്നാമത്തെ ഭാര്യ വീട്ടിൽ നിന്നാ സംസാരിക്കുന്നേ. ഏയ് അധികം ഇമോഷണൽ ആവുന്നു വേണ്ട. എവിടെ ഉണ്ടെങ്കിലും 10 മിനിറ്റിനുള്ളിൽ നീ ഇവിടെ എത്തിയിരിക്കണം. അല്ലെങ്കിലേ നീ ഇവിടെ വരൂടാ. ഹലോ, കുമാരനല്ലേ? ആരാ? ഒച്ച വെക്കാതെ നിന്റെ മോനെ സ്കൂളിൽ നിന്ന് ഞങ്ങൾ അങ്ങ് കൂട്ടി. ഉടനെ പുറപ്പെട്ട് നീ ഫോർട്ട് കൊച്ചിയിലെ ജങ്കാറിനടുത്ത് വാ. എന്താടാ നീ എന്നെ വരട്ടുക? വരട്ടില്ലടാ, കേക്ക്. അച്ഛനോട് സംസാരിക്കും. കേട്ടില്ലേ? എടാ എടാ എന്റെ മോനൊന്നും ചെയ്യരുത്. മോളല്ലടാ നിന്റെ അപ്പൻ. അനിയത്തിയുടെ നമ്പറിൽ നിന്ന് ആരാണ് വിളിക്കുന്നത്? ഒരു കല്യാണക്കാരും പറയാനാ, വേഗം എത്തോ നീ. അഡ്രസ് നോട്ട് ചെയ്തോ? ഹലോ, ആരാ സംസാരിക്കുന്നേ? എടാ നീ ആരോടാ സംസാരിക്കുന്നറിയാവോ? ഹലോ, ആരാ? ഹലോ, ഹലോ, നിന്റെ അച്ഛനെ ഞങ്ങൾ പൊക്കി. എന്താ? അച്ഛനെ പൊക്കിന്ന് നീ ഉടനെ പുറപ്പെട്ട് വരണം. ആ കിളവൻ കാരണം വീട്ടിൽ വലിയ പ്രശ്നം. അയാളെ അവിടെ തന്നെ തീർത്തേക്ക്. വെക്കടാ ഫോൺ. ഇപ്പത്തെ മനുഷ്യനും അലേർട്ട്. ഇവനാ പുറകിൽ ആരും കാണുന്നില്ലല്ലോ. വന്നാട്ടെ, സുഖം തന്നെയല്ലേ? അമ്മയുടെ ചരമദിനത്തിന് വന്നായിരിക്കും. ശരി ശരി ശരി. ചേട്ടാ സുഖം തന്നെയല്ലേ? അപ്പൊ നിനക്ക് സുഖമല്ലേ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ചേട്ടന് ഞാനിവിടെ പ്രതീക്ഷിച്ചേ ഇല്ല. അതെയോ? ഒന്നും പറഞ്ഞിട്ട് വരായിരുന്നില്ലേ? മുത്തശ്ശനും നിങ്ങളും അന്നോട്ട് സുഹൃത്തുക്കളാണല്ലേ? അപ്പൊ തൊട്ടേ ഉണ്ട്. ഒത്തിരി സന്തോഷായി ചേട്ടാ. ഇതിന്റെ അരിവാണ്. അല്ല, പിള്ളേർക്ക് മാങ്ങ അല്ല തേങ്ങ തേങ്ങ ഇളനീര് പറിക്കാൻ വേണ്ടിയാ. അതെ, കേറുന്നവരെ കണ്ടില്ല. ചേട്ടാ, ചേട്ടന് ഇളനീര് വേണം. ചേട്ടാ ചേട്ടാ, ചെന്തങ്ങ നല്ല രുചി ഉണ്ടാവും. ഒരു മിനിറ്റ്. നീ എവിടെയാടാ? ഇതെനിക്ക് വളരെ ഇഷ്ടമാണ്. തൊട്ട് നോക്കിയത് മാത്രമേ ഉള്ളൂ. ഇതെന്താടാ ഇവള്? പറളിയ ആര്? രാഹുൽ രാജോ? എടാ നിനക്ക് വിവരമില്ലേ? അവനൊരു ഹീറോ ആണോ? അവൻ്റെ അടുത്ത് പോയി. എടാ നല്ല സ്ക്രിപ്റ്റാ അത്. എടാ നിന്റെ ലൈഫ് മാത്രമല്ല എൻ്റെ ലൈഫും കൂടി അത്. എടാ ഇതുപോലൊരു വില്ലൻ ക്യാരക്ടർ എനിക്ക് കിട്ടുമോ? ആ, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എടാ നോക്ക്, ധൃതി പിടിക്കല്ലേ, കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യേ. ഇപ്പോഴാണൊന്ന് മനസ്സ് മാറിയിട്ട് എന്നെ വിശ്വസിക്കാൻ തുടങ്ങിയ. അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഡാ, ഒരു മാസം സമയം എന്താ? 5 കോടി എന്തിനാ? 10 കോടിയായിട്ട് ഞാൻ വരാം. ഒരു ബ്രഹ്മാണ്ഡ പടം ചെയ്യാം. എന്തു പറയുന്നു? അങ്ങനെ പറ. ഓക്കേടാ. ആരാത്? എൻ്റെ ഫ്രണ്ടാ, ഡയറക്ടർ മമ്മാസിന്റെ അസോസിയേറ്റാ. സൂപ്പർ സ്ക്രിപ്റ്റാ. കോംപ്രമൈസ് ചെയ്തിട്ട് ആ രാഹുൽ രാജില്ലേ, അവനെ വെച്ച് പടം ചെയ്യാൻ പോവാ. അവൻ അഭിനയിച്ച ആരാ കാണാൻ പോകുന്നത്? അതുകൊണ്ടാണ് ഞാനും പറഞ്ഞ് വെയിറ്റ് ചെയ്യാം. എൻ്റെ ഒരു പഴയ റൂംമേറ്റ് മലേഷ്യയിലുണ്ട്. സിനിമയിൽ കുറെ കാലം ട്രൈ ചെയ്തിട്ട് ഒന്നും ആവാതെ മലേഷ്യപ്പെട്ട് വലിയ ആളായി. അടുത്ത മാസം വരിക. അവൻ തീർച്ചയായിട്ടും എന്നെ വെച്ച് പടം ചെയ്യും. സൂപ്പർ. വില്ലൻ സർ, പടം ചെയ്യുമ്പോ ഈ ഹീറോയിനെ മറക്കരുത്.
പ്ലീസ് 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 നോക്കാനോ? ഡാ മണി, വണ്ടി നിർത്തടാ. നിർത്ത്. അണ്ണാ, ഇതാണ് ആ മാൻഷൻ. മോളില് 3ാമത്തെ ഫ്ലാറ്റാ. ഡാ, നീ എന്റെ കൂടെ വാ. ശരിയാണ്. നീയും വാ. വിളിക്കുന്നു കേട്ടില്ലേ? ചുമ്മാ ഇരിക്കടാ. ഞാൻ തല്ലുള്ളൂ നിനക്ക് കാണാനാ? വേണമെങ്കിൽ നീ ചെന്ന് ചൂടോടെ വാങ്ങിക്കും, ഞാൻ പിന്നെ വരാം. കുറച്ചു കാലോടെ ജീവിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. ഏതാ റൂം? ഈ കാണുന്ന ഒന്നും പറയുന്നില്ല. അടുത്ത സീൻ എന്താണെന്ന് എനിക്ക് ഓർമ്മയും വരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ കഥ എഴുതുന്നത്? ഭ്രാന്തെടുക്കുക. തീർന്നു മാത്രം മിച്ചം. അല്ല, നീ എന്താ ഈ കുത്തിക്കുറിക്കുന്നേ? സർ, യെസ്, വാട്ട് യു വാണ്ട്? ഇവിടെ ഒരു പ്രായമുള്ള ആളുണ്ടായിരുന്നല്ലോ. ഡോണ്ട് സേ ദാറ്റ് വേർഡ്. ഹി ഈസ് മൈ ഫ്യൂച്ചർ പ്രൊഡ്യൂസർ. അല്ല, നിങ്ങളാരെ? അദ്ദേഹത്തിന്റെ സ്വന്തക്കാരനാ. എങ്ങോട്ട് പോയി? അദ്ദേഹം 3ന്റെ കൂടെ ഷൂട്ടിങ്ങിന് പോയിരിക്കാം. അണ്ണാ, ആ ബൈക്ക് ഓടിക്കുന്നവനാ. ദക്ഷിണ റൂമിലേക്ക് വെക്കും, ഞാൻ കട പോയിട്ട്. മഴ പെയ്യുന്ന കണ്ടില്ല? കുഴപ്പമില്ല, മഴയല്ലേ. ഈ കൊടയും കൂടെ എടുത്തോ. ഹലോ. നിന്റെ കൂടെയുള്ള കിളവന്റെ സ്വത്ത് എഴുതി മേടിക്കാനായിട്ട് മാൻഷനിലേക്ക് ആള് വന്നിട്ടുണ്ട്. കടയാന്നും പറഞ്ഞ് അവർ ആശ്രമമായി എഴുതി വാങ്ങിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ അവരുടെ കാര്യസ്ഥന. മുദ്രപത്രം ഉണ്ടാക്കിയിട്ട് ഞാനല്ലേ. ഈ കാര്യം ആരോടും പറഞ്ഞേക്കരുത് കേട്ടോ. മുത്തശ്ശ, അന്ന് ഞാൻ പറഞ്ഞ മുത്തശ്ശൻ കഥ അത്ര ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. ഞാനിപ്പോ പുതിയതായിട്ടൊരു കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. 80 കോടി രൂപ ബഡ്ജറ്റ്, ഫുൾ ഗ്രാഫിക്സ്. എന്തിരനെ കടത്തിവിട്ടു. അതെടുക്കാൻ ആർക്കും ധൈര്യമില്ല. അതെടുക്കാൻ പ്രാപ്തിയുള്ളത് മുത്തശ്ശനാ. 300 കോടി വിലയുള്ള സ്വത്തിന്ന് ഒരു 80 കോടി രൂപ എടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ ഡബിളല്ല ട്രിപ്പിളാക്കി കാണിച്ചു തരാം. എന്റെ കയ്യിൽ എവിടുന്നടാ പണം? നമ്മുടെ മുകുന്ദനാ 3 നേരവും ആഹാരം തരുന്നത്. തമാശ പറയില്ലേ? എനിക്കെല്ലാം അറിയാം. 300 കോടി രൂപയുടെ സ്വത്ത് നിങ്ങളുടെ പേരിലുണ്ടെന്ന് എനിക്കറിയാം. ആഹാരം തരുന്നു പോലും. വെറുതെയാണോ ആഹാരം തരുന്നത്? അവരെങ്ങനെ ചെയ്യുന്നു? നിങ്ങളുടെ സ്വത്ത് അടിച്ചു മാറ്റാനാ? ഞാൻ സ്ട്രൈറ്റ് ആയിട്ടാ ചോദിക്കുന്നത്. മുകുന്ദനെ കുറിച്ച് അനാവശ്യം പറയുന്നത്. ഞാനാ? അറിയാൻ വയ്യ എന്നിട്ട് ചോദിക്കാ. നിങ്ങളുടെ പേര് 300 കോടിയുടെ സ്വത്തുണ്ടെന്ന് ഞാൻ എങ്ങനെ അറിയും? അവനെ പറഞ്ഞത്. വഴിയെ പോയവനെ വിളിച്ചു വരുത്തി ചോറ് കൊടുക്കാൻ ഞാനെന്താ വിട്ടിയാ? നിങ്ങളുടെ സ്വത്തടിച്ചു മാറ്റി ഞാൻ സെറ്റിലാകുമെന്ന് അവനാ എന്നോട് പറഞ്ഞത്.
എടാ ഒരു മാസം സമയം താ. 5 കോടിയല്ല 10 കോടിയാണ് ഞാൻ വരാം. ഒരു ബ്രഹ്മാണ്ഡ പടം ചെയ്യാം. എന്റെ അച്ഛനാണ് ഇതെല്ലാം സത്യമാ. അണ്ണാ അണ്ണനെ പേടിച്ചില്ലേ നാട് വിട്ടു പോയത്? ഇപ്പൊ വിളിച്ചാ വരുമോ? എടാ അച്ഛന്മാരെ പറ്റിക്കാൻ വളരെ എളുപ്പമാ. സ്വന്തം മകന്റെ കണ്ണിൽ കണ്ണീർ കണ്ട ഏത് അച്ഛന്റെ മനസ്സ് ഉരുകും. ഇപ്പൊ നീ എന്റെ അഭിനയം കണ്ടു നോക്ക്. അച്ഛാ. എഴുന്നേക്ക്. എടാ എഴുന്നേക്കാൻ. എഴുന്നേക്ക്. എഴുന്നേക്ക്. എന്താടാ ചെറിയ കുട്ടികളെ പോലെ കരയുന്നേ? തെറ്റാ. ആശ്രമം ചോദിച്ചത് തെറ്റ് തന്നെയാ. എന്നോട് ക്ഷമിച്ചേക്കച്ച. MLA സീറ്റ് ഒത്തിരി കഷ്ടപ്പെട്ട് വാങ്ങിച്ചതാ. കാശ് ഇറക്കിയാലേ ജയിക്കാൻ പറ്റൂ. ആ സ്വർണ്ണക്കട മാത്രം ഒന്ന് എഴുതി തന്നാ മതി. പിന്നെ ഞാൻ പൈസയുടെ കാര്യവും പറഞ്ഞ അച്ഛനെ ബുദ്ധിമുട്ടിക്കില്ല. ആരൊക്കെയോ എന്റെ സ്വത്ത് സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നീ എന്റെ സ്വന്തം മോനല്ലേ? നിനക്കില്ലാത്തതാണോ? ആശ്രമം ഒഴിച്ച് മറ്റെല്ലാ സ്വത്തുക്കളും നാളെ തന്നെ നിന്റെ പേരിൽ എഴുതും. അത് മതി അച്ഛാ, അത് മതി. പറയേ. കിളവനെ കൊണ്ട് പുറപ്പെട്ടു. നാളെ രജിസ്ട്രേഷൻ നടത്താം. ഓക്കെ. രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെ ഫോൺ ചെയ്യും. ദക്ഷിണ എന്റെ മോനത്തല്ല നീ ആരടാ? നിന്നെ പോലെ മറ്റുള്ളവരുടെ സ്വത്ത് ആഗ്രഹിക്കുന്നവനല്ല, സ്വന്തം അച്ഛന്റെ സ്വത്താ ചോദിച്ചത്. എന്ത്? നിങ്ങളുടെ സ്വത്ത് ഞാൻ ആഗ്രഹിച്ചെന്നു? ഷൺമുഖം ഇല്ല എന്റെ അടുത്ത് പറഞ്ഞു. കാശിന് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിച്ചാ പോരെ. മുത്തശ്ശ എന്ന് പറഞ്ഞ് പിന്നീന്ന് കുത്തിയില്ലേ നീ? അയ്യോ ദക്ഷിണ, ഞാൻ നീ അധികം സംസാരിക്കണ്ട. നിന്റെ മുമ്പിൽ നിൽക്കാൻ തന്നെ എനിക്ക് ലജ്ജ തോന്നുന്നു. ഒന്ന് പോടാ. എനിക്കൊന്നും കേൾക്കണ്ട. ദക്ഷിണ അവൻ കള്ളത്തരം പറഞ്ഞ ആശ്രമം എഴുതി വാങ്ങിക്കും. അവനെ വിശ്വസിച്ച് പോരുത്. അവൻ കുട്ടികളെ നിങ്ങൾ റോഡിൽ ഇറക്കി വിടും. ദക്ഷിണ ആശ്രമം എഴുതി വാങ്ങിക്കാൻ പോകുന്നു നിനക്കെങ്ങനെ അറിയാവടാ? അറിയാവടാ, അറിയും. നീ പറഞ്ഞത് സത്യം തന്നെയാ. ചതിച്ച് തന്നെ എഴുതി വാങ്ങാൻ പോകുന്നത്. ഓവറായിട്ട് അഭിനയിക്കൊന്നും വേണ്ട. രജിസ്ട്രേഷൻ കഴിഞ്ഞാ കിളവനെയും പിള്ളേരെയും നട റോഡിൽ വിട്ടിട്ട് പോവും. നീ കൂട്ടിക്കൊണ്ടു പോകും. നട റോഡിൽ നിൽക്കാൻ പോകുന്നേ നിന്റെ അച്ഛനല്ല, നീയാ. അച്ഛനും അമ്മയും വഞ്ചിച്ചവനൊന്നും മര്യാദയ്ക്ക് ജീവിച്ച ചരിത്രം ഇല്ലടാ. ഈ രജിസ്ട്രേഷൻ നടക്കില്ലടാ. വെറുതെ. എടാ, ഈ സ്ഥലം വാങ്ങാൻ പോകുന്ന ആരാന്നറിയോ? ആരാടാ? ഞങ്ങളുടെ പാർട്ടിയുടെ ലീഡർ അക്ക. നിന്നെ കൊണ്ടൊന്നും. അവിടെ നിന്നേ. നിന്റെ അക്കയല്ല, ഏത് ദൈവം തമ്പുരാൻ വന്നാലും വെറുതെ വിടില്ല. മോനെ ഒരു മിനിറ്റ്. ആ മുത്തച്ഛനോട് അറിയാതെ പറഞ്ഞു പോയതാ, ക്ഷമിച്ചേക്ക്. സാരമില്ല. കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ സംസാരിക്കില്ലായിരുന്നു. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇപ്പോ നിങ്ങൾ ആ മുത്തച്ഛന്റെ കാര്യത്തിന് വേണ്ടി പോവാന്നറിയാം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഈ ഓപ്പറേഷനിൽ എന്റെ ബ്രെയിൻ കൂടി യൂസ് ചെയ്യാലോ. പ്ലീസ് മുകുന്ദ. ശരി, ഓപ്പറേഷൻ കൂടെ വന്നു. പക്ഷേ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. പ്ലീസ് ഏട്ടാ. ഏട്ടാ ശരി, വാടാ. ഇറ്റ്സ് ഓക്കെ, ഐ വിൽ കം. പോകാം ബോയ്സ്. ഒരു നാണമില്ല. അങ്ങനെയൊക്കെ വിചാരിച്ച അവാർഡ് വാങ്ങാൻ പറ്റുമോ? പോവാം നമുക്ക്. അണ്ണാ, അക്കടെ ആൾക്കാർ വന്നില്ലണ്ണാ. ഞാൻ വിളിച്ചായിരുന്നു, 10 മിനിറ്റിൽ വരാന്ന് പറഞ്ഞു. അച്ഛാ, കാറിൽ തന്നെ ഇരുന്നോ, ഞാൻ റെഡിയായിട്ട് വിളിക്കാം. എടാ, അക്ക വരുവോടാ? അക്കൊന്നും വരാൻ പോകുന്നില്ലടാ. വല്ല ബിനാമീനെ ഇങ്ങോട്ട് പറഞ്ഞു വിടും. എന്താ ഫോൺ എടുക്കാത്തത്?
അണ്ണാ അവര് വന്നാ തോന്നുന്നു. വരുന്നത് ബിനാമി അല്ലടാ, സുനാമി. ഇവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഡൗട്ട് ചോദിക്കണ നേരത്. എന്താ ഇത്? ഞാനല്ല എന്നെ അവനെന്തിനാ ഇവിടെ വന്നത്? ആരെയോ കടത്തി കല്യാണം കഴിക്കാൻ വന്നതാ. അതിന് ഇവിടെ വരേണ്ട കാര്യം എന്താ? സാറേ ഇങ്ങനെയുള്ളവരൊക്കെ അങ്ങനെയാ കല്യാണം കഴിക്കുന്നേ. അവൻ പോയതിന് ശേഷം രജിസ്ട്രേഷൻ നടത്താം. ശരി. അവനെ ഫോളോ ചെയ്യ്. ശരി സാർ. വേമാടാ. ശരി സാർ. അകത്തെന്താ നടക്കുന്നതെന്ന് നോക്ക്. ശരിയാണ്. വാടാ, ഞങ്ങൾ ലേറ്റ് ആയോ? അങ്ങനെയൊന്നുമില്ല. ഇത് ലോയർ. ഹലോ, അതോട് പോലെ ഒരു 5 മിനിറ്റ്. പിള്ളേര് പുറത്തേക്ക് പോയിരിക്കുക. വന്ന ഉടനെ കയറാം. ഓക്കെ. വേഗം വാ. നീ എന്താ നിന്നേ? അച്ഛൻ വന്നു വണ്ടിയിലിരിക്കുക. സാർ, പുറകിൽ പോയവരെന്താ ചെയ്തേ? തിരിച്ചു വന്നു സാർ. എടാ, തിരിച്ചു വന്നപ്പോ അവരെന്താ ചെയ്തേന്ന്? തിരിച്ചു വന്നു സാർ. തിരിച്ചു വന്നെന്ന് പറഞ്ഞാ അതെങ്ങനെയാ? അണ്ണാ, എന്താടാ ഇത്? സ്വീറ്റ് അവര് തന്നതാ. എന്തോ പന്തികേടില്ലേ? കഴിച്ചു നോക്കി, ഒരു കുഴപ്പമില്ല. എനിക്കിതെന്തോ അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. പൈസ എടുത്ത് പോക്കറ്റിൽ വെക്ക് സർ. ഒരു എവിഡൻസും ഇല്ല. ഇത് ഭയങ്കര റിസ്ക് ആണ് സർ. കല്യാണം തന്നെ വലിയ റിസ്ക് അല്ലേ? ഇതിലും വലിയ റിസ്ക് ഉണ്ടോ? മാഡം Next. മാഡം മാഡം ഇത് 5000 മാഡം പ്ലീസ് ഇത് വെച്ച് പറയുന്നത് കേൾക്ക്. മാഡം പ്ലീസ് റേഷൻ കാർഡ് ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. പ്ലീസ് മാഡം ഇത് 5000 രൂപയുടെ മാഡം പ്ലീസ്. റേഷൻ കാർഡിലകത്ത് തെറ്റ് തന്നെ മാഡം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും മാഡം. മാഡം കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ട്? മോനെ ഇങ്ങോട്ട് താ. മാഡം ഇതില് റൗണ്ടായിട്ട് 10 ഉണ്ട്. ഇത് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് നടത്ത്. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തോണ്ടാ ഇത്ര കുറച്ച് എമൗണ്ടിനാ ചെയ്തെന്ന് പുറത്താരോടും പറഞ്ഞേക്കല്ലേ. പുറത്തല്ലേ? ആരോടും ഒരിക്കലും പറയില്ല. പക്ഷെ ഫോട്ടോ എന്തിനാ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ കൈക്കൂലി വാങ്ങി അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്. അറിയാതെ ചെയ്തത് സർ. ഇനി ഒരിക്കലും ചെയ്യില്ല സർ. പ്ലീസ് പ്ലീസ് സർ, പ്ലീസ് എന്നെ വെറുതെ വിടണം സർ. പ്ലീസ് ഒന്നും പറയണ്ട. സാർ, നിങ്ങളവരെ അറസ്റ്റ് ചെയ്തു സാർ. നീ സ്കൂൾ യൂണിഫോം ഇട്ടപ്പോ ഞാൻ ജയിൽ യൂണിഫോം ഇട്ടവനാ. പേടി എന്താണെന്ന് എനിക്ക് അറിയില്ല. ശരി, സമയം കളയണ്ട, പുറപ്പെട്. വാ ഡാർലിംഗ്. അല്ല, ചെറുപ്പത്തിൽ ജയിലിൽ പോയിട്ടുണ്ടോ നിങ്ങള്? എടി പൊട്ടി, സീൻ ഫിനിഷിന് വേണ്ടി ഒരു 5 ഡയലോഗ് പറഞ്ഞു. നീ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ലല്ലോ. മോനെ മുകുന്ദ, ഇതൊരു ടേണിംഗ് പോയിന്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു സ്മോൾ ആപ്ലിക്കേഷൻ. എന്റെ സ്ക്രിപ്റ്റിൽ ഈ സീൻ വളരെ ആപ്റ്റാ. ഞാൻ ഉപയോഗിച്ചോട്ടെ മോനെ. പ്ലീസ് മോനെ. താങ്ക്സ് മോനെ. അലേർട്ട് ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലേ? കേട്ടോ നീ? ഞാൻ നോക്കിയതാണ്. നീ അത് കേട്ടോ? 3 നേരം ബിരിയാണി അല്ലടാ കഴിക്കുന്നേ. ഞാൻ അലുവ കൊടുത്ത് പ്രശ്നമാവൂടാ. ഓടാ പുറത്ത്. തിരിച്ചു വരുമ്പോ നോക്കണ്ടടാ. അവനെ പിടിക്കണമെന്ന് പറഞ്ഞ് നീ രക്ഷപ്പെടുക. ഞാൻ അവരെ പിടിച്ചോണ്ട് വരാട്ടോ. എന്നെ വിശ്വസിക്കാക്ക. സ്ഥലം എഴുതി വാങ്ങിക്കാനായി അച്ഛനെയും കൊണ്ട് രജിസ്റ്റർ ഓഫീസ് വരെ പോയതാ. അതിനിടയ്ക്ക് ഒരുത്തം കയറി വന്ന് എല്ലാം കുളമാക്കി. ഇത് പറയാൻ നാണമില്ലേ നിനക്ക്? പൊളിറ്റിക്സിൽ ഇറങ്ങിക്കഴിഞ്ഞ പിഞ്ചു കുട്ടികളോടാണെങ്കിൽ പോലും ജാഗ്രതയായിരിക്കണം. നീ പറഞ്ഞത് അവനെ പറ്റിയല്ലേ? നിന്റെ പേര് മുകുന്ദനെന്നല്ലേ? സിനിമയിൽ 500 1000 ഒക്കെ വാങ്ങി ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലേ?
വലിയൊരു വില്ലനായിട്ട് അഭിനയിക്കാൻ അവസരം കാത്തിരിക്കല്ലേ? പിന്നെ അടുത്തുള്ള ഹോസ്റ്റലിൽ ഒരു പെണ്ണിനെ നീ ലൈൻ അടിക്കുന്നുണ്ടല്ലേ? ശരിയല്ലേ? എടാ, ഇതെന്റെ പ്രശ്നോ. ഇനി ഒരു തവണ ഈ വിഷയത്തിൽ തലയിട്ട എന്ത് ജോലിക്ക് വന്നോ അത് ചെയ്യാൻ ശ്രമിക്കേ. പോടാ. ഇനി ഇവന്റെ ശല്യം ഉണ്ടാവില്ല. വാപ്പ വിളിക്കുന്നു. പറയൂ വാപ്പ. ആശ്രമത്തിന്റെ സ്ഥലമേ ബാക്കിയുള്ളൂ. ഇല്ല വാപ്പ, 2 ദിവസം മതി. എടാ, ഇവനെ എനിക്ക് വിശ്വാസമില്ല. ഇവൻ സ്നേഹിക്കുന്ന പെണ്ണിനെ തട്ടിക്കൊണ്ടു പോയിട്ട് ഇവന് ഫോൺ ചെയ്യേ. കൂട്ടിന് നീയും പോ. ശരിയാക്ക. അവൻ ആ പെണ്ണിനെ അന്വേഷിച്ച് നടക്കട്ടെ. നീ രജിസ്ട്രേഷൻ നടത്ത്. പറയണ്ണ. അണ്ണാ, ഇനി അണ്ണൻ തന്നെ ഈ സ്ഥലം പറഞ്ഞു കൊടുത്താൽ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ശരി അണ്ണാ. ശരി. അതെങ്ങട്? ഹലോ, നീ എവിടെയാ? ഏത് ഏരിയയിലെന്ന് പറ. അറിയില്ല. ഫോൺ ഡിസ്പ്ലേ നോക്കി പറ. കടവന്ത്ര. ശരി, മുറി നോക്കി പുറത്തെന്തെങ്കിലും കാണുന്നുണ്ടോ? ജനലിൽ കൂടെ നോക്കുമ്പോ സ്ട്രീറ്റ് ലൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ. അത് മതി. ഇപ്പൊ വരാം. ഹലോ, ഒന്ന് ഹോൾഡ് ചെയ്യേ. ഇപ്പൊ ലൈറ്റ് ഓഫ് ആയി നോക്കണേ. അത് ഓഫായി. വീണ്ടും വന്നു. സൂപ്പർ. ദർശിനി, ടെൻഷൻ ആവാതെ. ഏരിയ കണ്ടുപിടിച്ചു. ഇനി സ്ട്രീറ്റ് കണ്ടുപിടിക്കണം. ഹോൾഡ് ചെയ്യണേ. ഓഫായോ? ഇല്ല. ഇപ്പൊ ഓഫായോ? ഇല്ല. ഇപ്പൊ ഓഫായി. ഇപ്പൊ കത്തിയോ? കത്തി. ഓക്കെ, ഈ സ്ട്രീറ്റ് തന്നെ. ഹലോ, 10 മിനിറ്റ്. ഇപ്പൊ ഓഫായോ? ഇല്ല. ഇപ്പൊ ഇല്ല. ഓഫായി. എടാ, ഒരു പെഗൂടെ കഴിക്കടാ. ഒരു പ്രശ്നമില്ല. അവൻ ഇങ്ങോട്ടൊന്നും വരാൻ പോണില്ലേ? ആകെപ്പാടെ 3 പെഗും കഴിച്ചുകൊണ്ടിരിക്കുക. നാണക്കേട്. 4 ഞാൻ കഴിച്ചാ. ഇവന്മാരുടെ ആരെങ്കിലും പോയി നോക്കാൻ പറ. ഇവനിങ്ങനെ ഒരു പേടിച്ചൂറി ആയി പോയല്ലോ. വേണ്ട, ഞാൻ തന്നെ പോയി നോക്കിട്ട് വരാം. അവന്റെ തലയിലെടുത്ത് ആർക്കൊന്നും മാറ്റാൻ പറ്റുമോ? പറഞ്ഞു വരെ. സ്റ്റൈൽമെന്നെ അനുകരിക്ക. ഇനി എവിടെയെങ്കിലും ഒളിക്ക് രക്ഷയുള്ളൂ. അയ്യോ, എടാ, നീ എന്താ ഇവിടെ വന്ന് പുതച്ചുമൂടി ഒളിച്ചിരിക്കണേ? നാണമില്ലടാ നിനക്ക്? നാണക്കാട് വിചാരിച്ചാലേ ജീവൻ രക്ഷിക്കാൻ പറ്റില്ല. നീയും വേണേ ഒന്നെടുത്ത് പുതയ്ക്ക്. ഞാനും ഒളിച്ചിരിക്കണോ?
കുറച്ച് കേറ്റ്. അയ്യോ തലയിട്ടുന്നല്ല. മതി മതി അഭിനയിച്ചത്. എന്ത് പറ്റി നിനക്ക്? ഇങ്ങനെ അഭിനയിച്ചോണ്ടല്ലേ കെട്ടിപ്പിടിക്കാൻ ഒരു ചാൻസ് കിട്ടി. എന്താ തള്ളുന്നേ? ഞാനല്ല. അവൻ കണ്ടുപിടിക്കോ? ആരാത്? ഇല്ലടാ, കണ്ടുപിടിച്ചില്ലടാ. എന്തു പറ്റി? അവൻ നമ്മളെ കണ്ടുപിടിച്ചടാ. പാവങ്ങളാന്ന് വിചാരിച്ച് വിട്ടുപോവാ. അവൻ നല്ലവനാടാ. മുകുന്ദ, വണ്ടി പുറപ്പെട്ടു. മുത്തശ്ശൻ രണ്ടാമത്തെ വണ്ടിയിലാണ് ഉള്ളത്. മാസ്റ്റർ, നമ്മുടെ ഫൈറ്റർ കൊല്ലാൻ പറ്റുമോ? ഏയ്, ഒരു പ്രശ്നമില്ല. ആരെങ്കിലും പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിക്കേ. അതുകൊണ്ടാണ് ഞാൻ ഷൺമുഖത്തിനോട് അങ്ങനെ പറഞ്ഞത്. അത് മനസ്സിലാക്കാതെ മുത്തച്ഛൻ ഇങ്ങനെ. അതെ ചേട്ടാ, മുകുന്ദൻ പറഞ്ഞ് ശരി തന്നെയാ. എഴുതി കൊടുക്കാൻ പോകുന്നത് കടയല്ല, ആശ്രമോ. ആ മുദ്രപത്രം ഉണ്ടാക്കിയത് ഞാനാ, എനിക്കെല്ലാം അറിയാം. ദക്ഷിണ എന്തോ എന്താ പറ ദക്ഷിണേ. ദക്ഷിണ ഇവിടെ നോക്ക്, എന്താ സംഭവിച്ചെന്ന് പറ. രജിസ്റ്റർ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് അമ്പലത്തിൽ വെച്ച് എല്ലാ മുദ്രപത്രത്തിലും അവരെന്നെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിച്ചു. നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു മുകുന്ദ. അതിവിടെ ദക്ഷിണേ, ഇതൊക്കെ ഒരു പ്രശ്നമാണോ? ഒപ്പല്ലേ ഇട്ടുള്ളൂ. എനിക്ക് 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 ഒന്നുമില്ല, ഞാൻ നോക്കിക്കോളാം. ഒന്ന് പിടിച്ചേടാ. ഇതിനൊക്കെ വിഷമിക്കാനുണ്ടോ? ഒന്നുമില്ല ദക്ഷിണ, ഒന്നുമില്ല. ഓക്കെ ചേട്ടാ. എന്താടാ ചേട്ടാ, എന്താ? അക്കിയുടെ ആൾക്കാർ ആശ്രമം പൊളിക്കാൻ വന്നിട്ടുണ്ട്.
സൂക്ഷിച്ചേ. മുത്തച്ഛൻ നമസ്കാരം. അച്ഛാ, എന്നോട് ക്ഷമിക്കച്ച. അച്ഛനോട് കാണിച്ച ദ്രോഹത്തിന് എനിക്ക് ശിക്ഷ കിട്ടിയ അച്ഛ. ആശ്രമം എഴുതി കൊടുത്തതിന് ശേഷം MLA സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഞാൻ അക്കയെ കാണാൻ ചെന്നു. പക്ഷെ എന്നെ കാണാൻ അനുവദിക്കാതെ അവരുടെ ആൾക്കാർ ഭയങ്കര പ്രശ്നമുണ്ടാക്കി. അതിനുശേഷം മനസ്സിലായത് അക്ക എന്നെ സ്നേഹിച്ച് വഞ്ചിക്കുകയായിരുന്നുവെന്ന്. കള്ളക്കേസുണ്ടാക്കി എന്നെ ഇപ്പൊ ജയിലിൽ അടച്ചിരിക്കുക. അച്ഛാ, എനിക്ക് രാഷ്ട്രീയം വേണ്ടച്ച. എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് ഇറക്കി തരാമോ? ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് പുറത്തു വന്നില്ലേ, അതിലും വലുതാണോ ഇത്? ഞാൻ നോക്കിക്കോളാം. ചേട്ടാ ഒരു മിനിറ്റ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. സുഖായിരിക്കുന്നു? സുഖായിരിക്കുന്നു. നിനക്കോ? ഒരു സുഖമില്ല ചേട്ടാ. ചേട്ടാ, എനിക്കൊരു അച്ഛൻ, ഒരു അമ്മ, ഒരു ഭാര്യ, ഒരു കുട്ടിയായിട്ട് ശരി സർക്കാർ നിയമപ്രകാരം ജീവിക്കുന്ന ഒരു കുടുംബം തന്നെ ഇത്. ഇപ്പൊ അണ്ണന്റെ മനസ്സ് മാറിയില്ലേ? ഇനി ഞങ്ങൾക്ക് ആരെ മാറ്റ തരാ? എന്റെ കുടുംബം ഇനി ആര് കാത്തുരക്ഷിക്ക്? ചേട്ടൻ തന്നെ ഒരു വഴി പറഞ്ഞതാ. ഞാൻ നിന്നോട് ചോദിക്കുക, എന്താ ഒരു വഴിന്ന് പറ. ചേട്ടനെ പോലെ എന്നെ സിനിമ ചേർത്താ മതി. ചേട്ടനറിയാലോ ഞാൻ നന്നായിട്ട് അടി വാങ്ങുന്ന ആളാണ്. നീ അടി വാങ്ങുന്നവൻ? എടാ, അടി വാങ്ങുന്നവനെ പോലെ അഭിനയിക്കുന്നവനെ സിനിമക്കാർ. അതിന് മുഴുവൻ യോഗ്യത നിനക്കുണ്ട്. നോക്കാം. താങ്ക്സ്. വെൽക്കം. ഞാൻ ജിമ്മിൽ പോകാതെ ജിംനാസ്റ്റിക് ആയടാ. ആദ്യം മലയാളം, പിന്നെ തമിഴ്, പിന്നെ തെലുങ്ക്, പിന്നെ സ്ട്രൈറ്റ് ഹോളിവുഡ്. നിനക്കാണ് ഇംഗ്ലീഷ് അറിയടാ. അണ്ണൻ ഇംഗ്ലീഷ് സംസാരിച്ച് നീ കേട്ടിട്ടുണ്ടാ? ഗോയിങ് സ്റ്റിൽ മോനെ പോടാ. സ്റ്റിൽ എടുക്കടാ. കേരളത്തിന് വേണ്ടി തന്റെ സ്വന്തം ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച അക്ക എന്ന അരുന്ധതി ദേവി അവറുകളെ ഇവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. പാവങ്ങളുടെ കണ്ണുനീരൊപ്പുന്നവൾ, അബലകളുടെ രക്ഷകി, വൃദ്ധകളുടെ പൊന്നോമന പുത്രി, നമ്മുടെ നാടിന്റെ കണ്ണിലുണ്ണി, നാട്ടുകാരുടെ കാണപ്പെട്ട ദൈവം, അഭയം ചോദിക്കുന്നവർക്ക് ആശ്രയം നൽകുന്നവൾ, ശത്രുക്കളോട് പോലും വിനയമായി പെരുമാറുന്നവൾ, നമ്മുടെ പ്രിയപ്പെട്ട അക്ക എന്ന അരുന്ധതി ദേവി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. ആശീർവദിക്കുക, അനുമോദനം. അല്ല അക്കയുടെ ശരിക്കുള്ള ഒരു കുട്ടിറാണി എന്നല്ലേ? 15 വയസ്സല്ല അക്ക ഫോട്ടോ വെച്ചിൽ ജീവിതം ആരംഭിച്ചത്. അവിടെ വരാറുള്ള ഒരു കൗൺസിലറെ മയക്കി അവൻ ഒരു MLA കറക്കി അവന്റെ കീപ്പായിട്ട് അങ്ങ് കൊച്ചിയിൽ സെറ്റിലായി. പിന്നെ അങ്ങോട്ട് നിങ്ങളുടെ മിടുക്കൊണ്ട് MLA മന്ത്രിയായി. മന്ത്രിയായപ്പോ പിന്നെ നിന്റെ പഴയ പണിയൊക്കെ പൊളിറ്റിക്സിൽ ഇറക്കി. എന്താ പറയാ, പിന്നെ നിങ്ങൾ ചെയ്ത അയാളെ ഇളക്കിവിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കി. പാർട്ടി ഡെവലപ്പായ ഉടനെ പാവം ആ മനുഷ്യനെ തട്ടുമാറ്റിയിട്ട് നിങ്ങൾ ആ സ്ഥാനത്ത് വന്നു. ഗുണ്ടകളെ വെച്ച് നാട് ഭരിക്കുന്ന സ്ഥിതിയായി നിങ്ങൾക്കിപ്പോ. ഇന്ന് എത്ര പേരാ വീട് നഷ്ടപ്പെട്ടും സ്ഥലം നഷ്ടപ്പെട്ടും ജീവിക്കുന്ന പാവ അനാഥ പിള്ളേര്. അവരെന്ത് തെറ്റ് ചെയ്തു? സ്വന്തമായിട്ട് ആരും ഇല്ലാത്തവർക്ക് ആ ആശ്രമമാണ് അച്ഛനും അമ്മയും. അതും വെട്ടിപ്പിടിച്ച് അവരെ നടുറോട്ടിലിറക്കിയല്ലേ. അതേ നടുറോട്ടിൽ നീ നാട്ടുകാരുടെ മുമ്പിൽ ചത്ത് കിടക്കേണ്ടി വരും. എന്താ ഭീഷണിയാണോ? വെല്ലുവിളി. അന്ന് പറഞ്ഞില്ലേ, ഏൽപ്പിച്ച ജോലി മാത്രം ചെയ്യുന്ന. സിനിമയിൽ വില്ലനാവുമെന്ന. ഇനി നിന്റെ വില്ലൻ ഞാനടി. ഒരുപാട് സിനിമ എന്താ ഇവിടെ ഒരു ശബ്ദം? എന്നെ കൊന്നുകൊണ്ട് ആ സ്വത്ത് വിൽപ്പന തടയാമെന്ന് നിങ്ങൾ ഒരിക്കലും വ്യാമോഹിക്കണ്ട. ഈ ഡീലിലൊക്കെ ഞങ്ങൾ വെറും ഡമ്മികളാ. എന്നെ കൊന്നുകൊണ്ട് ഒരു പ്രയോജനവും നിങ്ങൾക്കില്ല. കളിക്കുന്നതെല്ലാം അക്കയാണെങ്കിലും എല്ലാം തീരുമാനിക്കുന്ന വാപ്പയാ. നീ പൊക്കുകയാണെങ്കിൽ വാപ്പയെ തന്നെ പൊക്കണം. വാപ്പ അതാരാ? അക്കയുടെ നിഴലാ വാപ്പ.
ഞങ്ങളുടെ പേരിൽ ബിനാമി സ്വത്ത് വാങ്ങിച്ചിട്ട് അടുത്ത ദിവസം അത് വാപ്പയുടെ പേരിലേക്ക് മാറ്റും. സ്ഥലത്തിന്റെ വിറ്റുവരവ്, സ്വിസ് ബാങ്കിൽ പണം നിക്ഷേപിക്കല്, ഇലക്ഷന് പണം ഉണ്ടാക്കല്, അക്കയുടെ ശത്രുക്കളെ കൊല്ലുന്നത്, ഇതെല്ലാം ചെയ്യുന്നത് വാപ്പയാ. അവൻ കൊന്നതിന്റെ കണക്ക് കടലിന് മാത്രമേ അറിയൂ. പറ്റുമെങ്കിൽ അവനെ ഒന്ന് പൊക്കി നോക്ക്. അവനെ നിനക്ക് പൊക്കാൻ കഴിഞ്ഞാ ആ ആശ്രമം നിനക്ക് തിരികെ കിട്ടും. എന്നാൽ അതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ഗ്രാമത്തിൽ നല്ലവനെ പോലെ അഭിനയിച്ച് അവിടുത്തെ ആൾക്കാരെ കൂടെ നിർത്തിയിരിക്കുക. മീനിന് 1000 മുള്ളുണ്ടെങ്കിലും തൊണ്ടേ കുടുങ്ങുന്ന ഒരൊറ്റ മുള്ളാടാ. നിന്റെ വാപ്പയുടെ ജീവിതത്തില് ആ മുള്ളു ഞാനാ, പൊക്കും ഞാൻ. എന്റെ അച്ഛനെ കൊന്നിട്ട് മാന്യത ചമഞ്ഞ് നടക്കണല്ലേ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോടാ. ആരോടാ നീ സംസാരിക്കുന്നേ? അസ്സലാമലൈക്കും വാപ്പ. കടലിലെറിയടാ. അതെ, ഈ സ്ഥലത്ത് വെച്ച് ഇവനെ പൊക്കാൻ പറ്റും തോന്നില്ല. ഇവിടെ വെച്ച് തന്നെ ഞാനത് ചെയ്യണം. വേഗം വാ സാർ. ഇതാണോ വന്നാട്ടെ വേഗം. മുകളിലങ്ങ് ആരുമില്ല സാർ. എന്നെ കാണാനാണ് ഇത്ര തിരക്ക്? ഇത് മാർക്കറ്റാണ് സാർ, ഇവിടെ എപ്പോഴും ഇങ്ങനെ തിരക്കുണ്ടാവും. നിനക്ക് ഞാൻ വെച്ചിട്ടാ ഒരു ഷേക്കിട്ട് വന്നേ. ഞാനാണ് പടത്തിലെ ഹീറോ. ട്യൂഷനാ? അവൻ രക്ഷപ്പെട്ട പയ്യൻ കുറച്ച് സ്ട്രോങ്ങാ. സാറ് വീക്കായത് കൊണ്ടാ. എന്റെ എല്ലാ പടത്തിലെ സീനും ഇനി മാർക്കറ്റിൽ വേണം ഷൂട്ട് ചെയ്യാൻ. എന്തിനാ സാർ? തിയേറ്ററിലാണെങ്കിൽ എന്റെ പടം കാണാൻ ആരും വരാറില്ല. അറ്റ്ലീസ്റ്റ് ഷൂട്ടിംഗ് കാണാൻ ആൾക്കാർ വരുന്നുണ്ടല്ലോ. സൂപ്പറാണ് സാർ. സാറേ, നമ്മുടെ കഥ വെച്ച് ഒരു ആദ്യ രാത്രിയുടെ സീനുണ്ട്, അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവരൊക്കെ ആദ്യ രാത്രി തന്നെ ഉണ്ടായതുകൊണ്ട് ഇവരെ നടുവിൽ വെച്ച് അത് ഷൂട്ട് ചെയ്യാം. അപ്പൊ തല്ലി മേടിച്ചോളൂ. ഗുഡ് ഈവനിങ് മാസ്റ്റർ. സർ, ഫൈറ്റിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ പടത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, പോസ്റ്റർ, ടിപ്പ് വരെ എല്ലാം ഞാൻ തന്നെയാ. അതിപ്പോ എന്റെ അമ്മയെ കൊന്ന വില്ലന്റെ ഏരിയയിൽ വന്ന് അവനോട് ഒരു പഞ്ചിങ് ഡയലോഗ് പറഞ്ഞ് അവനെ ഇടിച്ച് പഞ്ചറാക്കണം. കറക്റ്റ് അല്ലേ? കറക്റ്റ് സർ. മാസ്റ്റർ, മിനിക്കോയ് ദ്വീപിലെ മാങ്ങ വിറ്റ കാശോട്ട് പണം എടുക്കാൻ വന്നതാ. നാട്ടിൽ തിരിച്ചു പോണെങ്കിൽ ഒന്നുകിൽ പണം കൊണ്ടുപോകണം, അല്ലെങ്കിൽ മാങ്ങ തിരിച്ചു കൊണ്ടുപോകണം. അതും അല്ലെങ്കിൽ അങ്ങോട്ട് പോകും. ആരാ അവിടെ കിടന്ന് വെച്ചോണ്ടാക്കുന്നത്? വെറുതെ എന്തിനാണ് എന്നെ മുഖത്തേക്ക് നോക്കുന്നത്? ഇത്രയ്ക്ക് ഓവർ സ്മാർട്ട് ആവേണ്ട കാര്യം എന്താ? നിങ്ങൾ തുറക്കണേ സാർ, സമയമായി. ആ മാങ്ങാക്കോട്ട തലയിൽ വെച്ച് അയ്യോ. ഇപ്പൊ എന്താ ചെയ്യണ മാസ്റ്റർ? കാർ നല്ല വേഗത്തിൽ വന്ന് നിൽക്കുന്നു, ഡോർ തുറക്കുന്നു, നിങ്ങൾ ഇറങ്ങുന്നു. 96 ഫ്രെയിംസിലെ നിങ്ങൾ സ്ലോ മോഷനിൽ ഇങ്ങനെ ഓടി വരിക. പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോ അമ്മ മരിച്ചു കിടക്കുന്നു. മനസ്സിൽ സങ്കടം വന്നു, ഉള്ളിൽ ദേഷ്യം വന്നു. എന്നിട്ട് വില്ലനെ നോക്കി. അയാളുടെ കൂടെ 20 പേരുണ്ട്. അവിടെയാണ് ഫൈറ്റ്. അവൻ കൊടുവാളും കടിച്ചു പിടിച്ച് ആകാശത്തേക്ക് പോണതിനാ. ഇവൻ ആരാ? എവിടേക്കാ പോണത്? ലിഫ്റ്റ് വർക്ക് ചെയ്യണില്ലേ?
എന്താ സാറേ കാണിക്കുന്നേ? സോറി സോറി മാസ്റ്റർ. നോക്കുന്നവരെ ഓക്കെ, അതിനുശേഷം ക്ലോസ് വെച്ചോ. ക്യാമറ സാർ ക്ലോസ് വെക്കേ. അതെ, എന്താ അവിടെ നടക്കുന്നത്? അത് ബാക്ക്ഗ്രൗണ്ടിൽ വാപ്പയെ പൊക്കാൻ പോവുക. എന്താ താഴെ വീണോ? കഥ കഴിക്കാൻ പോവുക. ഞാൻ പോയിട്ട് ചെയ്താ മതി എന്ന് പറ. അങ്ങനെ പറഞ്ഞ നിങ്ങളെ പൊക്കും. ഓക്കെ റെഡി. വൺ മോർ. സാറേ അവിടുന്ന് നന്നായിട്ട് ചിരിച്ചോണ്ട് തിരിഞ്ഞു നോക്ക് സാർ. നന്നായിട്ട് ചിരിക്കും സാർ, നന്നായിട്ട് ചിരിക്കും. വാപ്പ വരുന്നുണ്ട്. എന്റെ അമ്മയെ കൊന്നവനെ ഞാൻ വെറുതെ വിടില്ല. പറയൂ സാർ. ഞാൻ വെറുതെ വിടില്ലടാ, ഞാൻ വെറുതെ വിടില്ല. കട്ട് 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 കട്ട്. നീ എന്തിനാ കട്ട് പറഞ്ഞ? നീയാണ് ഡയറക്ടർ, ഞാനാണ് ഡയറക്ടർ. മര്യാദയ്ക്ക് ഡയലോഗ് പറയാൻ അറിയാൻ പാടില്ല. എന്നിട്ട് നീയാണ് ഡയറക്ടർ, ഞാനാണോ? ആരാത്? ആ നിക്കരപടത്തിൽ അഭിനയിച്ചില്ലേ സതീഷ് പണ്ഡിറ്റ്. അവനോ? മര്യാദയ്ക്ക് ഡയലോഗ് പറയാ. വൺ മോർ. ഇവൻ എന്തിനാ എങ്ങനെ കിടന്ന് ചാടുന്നത്? ഒന്ന് ഉഷാറായിട്ട് നിൽക്കണോ, ഇങ്ങോട്ട് മാറി നിൽക്കോ. അവിടെ ഇതെന്താ ആ സ്പ്രേങ് തന്നെ? ഓയ് പ്രേമേട്ടർ കോപ്പം വേണ്ട. ടേക്ക് ക്യാമറ റോളിംഗ് സർ. ഇപ്രാവശ്യമെങ്കിലും നന്നായിട്ട് ചെയ്യണേ മോനെ. സോറി മമ്മി, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇറക്കടാ. ഇങ്ങോട്ട് മാറി, ഞാൻ എടുക്കാം. പിടിച്ചോ. എന്താണ് നോക്കി നിൽക്കുന്ന? വണ്ടി കേട്ട പക്ക പ്ലാൻ. പ്ലാൻ പക്ക.
വണ്ടിയുടെ വേഗം കേറാ. കേറിയോ നിങ്ങള്? ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്. ജോജി, അളിയ എഴുന്നേക്കടാ. വാ 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 വാ, വേഗം വന്ന് കേറും. എല്ലാരും വന്ന് കേറും, വേഗം വാ. വാ 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 വാ. വാപ്പേ, അതും അവന്റെ ഏരിയയിൽ പോയി? അതെങ്ങനെ? വാപ്പയുടെ നാവിൽ നിന്ന് എന്തെങ്കിലും വീണാ പിന്നെ എന്റെ കഥ തീർന്നു. അങ്ങനെ സംഭവിക്കരുത്. എന്നോടാണ് അവന്റെ കളിയല്ലേ? ഹ്, ഒരു സിനിമാ നടൻ. ഒരു സ്ഥലം ബാക്കി വെക്കരുത്, മുഴുവൻ തിരയണം. വിടരുത്. നീ എത്ര പേരുണ്ടെങ്കിലും വാടാ. 500 പേരുണ്ടോ ഞങ്ങള്? വാടാ വാ. സിനിമക്കാരെടുത്താ കളി. മുകുന്ദ, നീ പറഞ്ഞ പോലെ എല്ലാത്തിനെയും അടിച്ചു തൂക്കി വണ്ടിയിലിട്ടിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ബോംബെയും ബീഹാറൊക്കെ ചുറ്റിക്കാണിച്ചിട്ട് ഞാൻ പറയുമ്പോൾ തിരിച്ചുകൊണ്ടു. പറഞ്ഞ പോലെ. ശരി. ഇവിടെ എന്തിനാ എന്നെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്? CBI എൻക്വയറി. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്തിനാ എന്നെ അറസ്റ്റ് ചെയ്തത്? ലാൻഡ് മാഫിയ, സ്ഥലം കയ്യേറ്റം, അക്കയും നീയും തമ്മിലുള്ള ബിനാമി ബന്ധം, അക്കയ്ക്ക് വേണ്ടി നീ ചെയ്ത കൊലപാതകങ്ങൾ. എന്താ? പറ, കേക്കട്ടെ. എന്തു തന്നെയായിരുന്നാലും എന്റെ വക്കീലിനോട് വരാൻ പറ. നിന്നെ അറസ്റ്റ് ചെയ്യുന്ന കേട്ടപ്പോഴേ അവൻ രക്ഷപ്പെട്ടു. അന്വേഷിച്ചുകൊണ്ടിരിക്കുക. കോപ്പറേറ്റ് ചെയ്യ്. ജസ്റ്റ് 5 minutes. എന്റെ വക്കീൽ വരാത്ത ഒരു അക്ഷരം പോലും ഞാൻ നിങ്ങളോട് സംസാരിക്കില്ല. നിന്റെ പേരെന്താ? നാട്? നിന്റെ ഫാമിലി എവിടെയാ? അക്കയും നീയും തമ്മിലുള്ള ബന്ധം എന്താ? അക്ക ആരാണെന്ന് എനിക്കറിയില്ല സാർ. ജോക്കല്ലേ? നന്നായിട്ടുണ്ട്.
ആ രാഷ്ട്രീയ നേതാവായ ഇവിടുത്തെ അക്കയ്ക്കും നിനക്കും എന്താ സോറി എനി ഫിസിക്കൽ പെയിൻ അക്ക ആരാണെന്ന് എനിക്കറിയില്ല. അബ്ദു, നിന്നെ പോലെ ഞാനൊരു മുസ്ലിം തന്നെയാ. നിന്റെ നല്ലതിനു വേണ്ടി പറയാ, സമ്മതിച്ചേക്ക്. പറ്റില്ല. എന്താ പക്ഷേ വല്ലതും പറഞ്ഞോ? എവിടെ ഒറിജിനൽ CBIs വന്ന് ചോദിച്ചാലും സത്യം പറയും തോന്നില്ല. ഞാൻ പോവാണേ. അൻവറിന്റെ പടത്തിൽ ഇൻസ്പെക്ടർ വേഷ വണ്ടി വെയിറ്റിംഗ് ആണേ. വരട്ടെ. താങ്ക്സ് ചേട്ടാ. ചേട്ടാ, ഇനി നമ്മൾ എന്താ ചെയ്യാ? വേറെന്ത് ചെയ്യാനാ, സ്പെഷ്യൽ ഓഫീസറെ വരുത്തു തന്നെ. മിസ്റ്റർ ഖാദർ, അബ്ദുൽ ഖാദർ. ഗുഡ് മോർണിംഗ്. നേരം വെളുത്തു. ഞാൻ ഉണ്ണികൃഷ്ണൻ. എന്താ നോക്കുന്നേ? 7299026296. ഇതാരുടെ നമ്പറാ? എന്റെ നമ്പറാ. 9841944339. ഈ നമ്പറിൽ നിന്ന് ഈ മാസം നിങ്ങൾക്ക് കോൾ വന്നിട്ടുണ്ടോ? ഇല്ല. ഗുഡ് മെമ്മറി. വന്നിട്ടുണ്ടാവില്ല. ഇതെന്റെ നമ്പറാ. 9841393548. ഈ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് കോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട്. അൺനോൺ നമ്പർ. നിങ്ങളുടെ ഫോൺ മെമ്മറിയിൽ നമ്പറില്ല, പക്ഷേ ഈ മെമ്മറിയിലുണ്ട്. അക്കയുടെ നമ്പർ. ഓക്കെ, ടേക്ക് റെസ്റ്റ്. ഞാൻ വരാം. മോർണിംഗ്. ഐ ആം റോബർട്ട്. There is a property in Karavandra belongs to you. Pinky, ponky, rather. എന്താപ്പാ നിങ്ങൾ ഒന്നും അറിയില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? നിന്നോട് ചോദിച്ചാൽ പറയുന്നത് നിനക്ക് ആക്കെ അറിയില്ല. രണ്ടുപേരും കൂടെ ധാരണയിലെത്തിയതാണ്. നോ നോ ഇല്ല. സത്യം പറഞ്ഞല്ലോ. അല്ലാ, നോ ഇല്ല. ഇനി ആരാ വരുന്നത്? വരുന്ന ഓഫീസർമാരുടെ ചോദ്യത്തിന് മറുപടി പറയാത്ത എന്താ? ഏയ്, വലിയ സാമർത്ഥ്യമാണെന്നാണ് വിചാരം. പോലീസ് ഓഫീസേഴ്സ് അടികൊടുത്താ ചോദ്യം ചെയ്യാ. CBI ആണെങ്കിൽ ലൈറ്റ്സ് ഓഫ്. ലൈറ്റ്സ് ഓഫ്. CBI ഓഫീസേഴ്സ് ഒരിക്കലും അടിക്കില്ല. സോഫ്റ്റ് ആയിട്ട് കേസ് ഹാൻഡിൽ ചെയ്യാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്യും. വിശ്വസിക്കരുത്. ലൈറ്റ് ഓഫ് ഇട്ട് എന്നെ അടിച്ചതാ. വിശ്വസിക്കരുത്. ഇതെല്ലാം അഭിനയിക്കുക. എന്നെ അടിച്ചു. എന്നെ അടിച്ചു. ലൈറ്റ്സ് മാത്രമേ ഓൺ ആയിട്ടുള്ളൂ, ക്യാമറ ഓൺ അല്ല. സത്യം പറഞ്ഞ ക്യാമറ ഓൺ ആവും. ഇല്ലെങ്കിൽ നേരത്തെ പോലെ ലൈറ്റ്സ് ഓഫ് ആയിക്കൊണ്ടേയിരിക്കും. എന്ത് ചെയ്യണം? ഒക്കെ എനിക്കറിയാം. അങ്ങനെ വഴിക്ക് വേടാ. 10 വർഷത്തിന് മുമ്പ് ഒരു ലാൻഡ് വിൽക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നായിരുന്നു. അന്ന് തൊട്ടുള്ള ബന്ധമാ. അക്കയ്ക്ക് വേണ്ടി ഞാൻ ധാരാളം തെറ്റ് ചെയ്തിട്ടുണ്ട്. ലാൻഡ് റോബറി, അടിപിടി, പിടിച്ചുപറി, കൊള്ള, ഇങ്ങനെ പലതും. അവസാനം ആ പത്ര റിപ്പോർട്ടറെ കൊന്നതുവരെ എല്ലാം അക്ക പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്.
രാജി നമസ്കാരം. പ്രധാന വാർത്തകൾ. GR ബിൽഡേഴ്സിന്റെ ഉടമ വാപ്പ പോലീസ് കസ്റ്റഡിയിൽ. രാഷ്ട്രീയ ആചാര്യ അരുന്ധതി ദേവിക്കെതിരെ സാക്ഷിമൊഴി. ഞാൻ പലതവണ പറഞ്ഞു, എനിക്കും വാപ്പയ്ക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. സർ, അക്ക പറയുന്നത് വാപ്പയായിട്ട് ഒരു ബന്ധമില്ലെന്നാണല്ലോ. അക്ക സത്യം പറയാൻ തോന്നുന്നുണ്ടോ? വാപ്പ അക്കയും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. നാളെ കാണിച്ചു തരാം. നമ്മുടെ അക്ക ജയിലിലാവുന്ന തോന്നേ. ഇത്രയൊക്കെ തെളിവുണ്ടായിട്ടും അക്കയെ അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. തെളിവുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യൂ. അക്ക ഇതിൽ ശരിക്കും പെട്ടത് തന്നെ. അക്കയ്ക്കും ബാപ്പയ്ക്കും എന്തോ കണക്ഷൻ ഉണ്ട്. ചുമ്മാ ഊതല്ലേ. നീ വേണമെങ്കിൽ നോക്കിക്കോ, ഇതിൽ നിന്നൊക്കെ ഉറപ്പായിട്ടും അക്ക എസ്കേപ്പ് ആവും. അക്കയ്ക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ളതുകൊണ്ട് പോലീസ് നടപടി വൈകുന്നുവെന്ന് പൊതുവെ ആരോപണമുണ്ട്. ഇതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്, ഇവിടെ ഒളിവും മറവും ഒന്നുമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടും. വാപ്പ എന്ന അബ്ദുൽ ഖാദറിന്റെ വീഡിയോ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ തലാപകരണം നടന്നതായി തെളിഞ്ഞിരിക്കുന്നു. ആയതിനാൽ അടുത്ത വെള്ളിയാഴ്ച അക്ക എന്ന അരുന്ധതി ദേവിയെ കോടതിയിൽ ഹാജരാക്കാൻ പോലീസ് അധികാരികളോട് കോടതി ഉത്തരവിടുന്നു. ഹലോ മേഡം, ഫോൺ ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഒന്ന് മേഡത്തിന് കൊടുക്കുമോ? എത്ര ദിവസമായി? എപ്പോഴാണ് വെളിയിലിറക്കുന്നത്? നിങ്ങളെ വെളിയിലിറക്കാൻ വെയിറ്റ് ചെയ്യാം സാർ. കൊല്ലാൻ പോവാണോ? എടാ, ഈ കാര്യം മാഡത്തിന് അറിയാവോ? മേഡം ലൈനിലുണ്ട്, സംസാരിക്കും. ഹലോ. നീ മരിക്കണം വാപ്പ. എന്ത്? നീ മരിച്ചാലേ എനിക്ക് രക്ഷപ്പെടാൻ കഴിയൂ, അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. മനസാക്ഷി നോക്കേണ്ട കാര്യമില്ല. നീ മരിക്കണം. ഹലോ ഹലോ ഹലോ, നിങ്ങൾ മരിച്ചേ പറ്റൂ. ഞാൻ ചാകില്ല. നിങ്ങൾ മരിച്ചേ പറ്റൂ, വേറെ വഴിയില്ല. മക്കൾ, എന്റെ ഫാമിലിക്ക് എന്തെങ്കിലും സംഭവിച്ചാ? ഒന്നും സംഭവിക്കില്ല. മാഡത്തെ ഞാൻ വിശ്വസിച്ചതിന് എനിക്ക് GR ബിൽഡേഴ്സ് ഉടമ വാപ്പ ജയിലിൽ ദുരൂഹമരണം. ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു. ഇതിനെപ്പറ്റി പൊതുജനങ്ങളോട് ചോദിച്ചപ്പോൾ ആത്മഹത്യയൊന്നുമല്ല, ഇത് പ്ലാൻ ചെയ്ത് നടത്തിയ കൊലപാതക. ഏത് രാഷ്ട്രീയക്കാരനാണ് കുടുങ്ങിയിട്ടുള്ളത്? കൂടെയുള്ളവനല്ലേ ബലിയാടാവുന്നത്. ഇന്ന് അക്കയുടെ ബലിയാണ് ബാപ്പ. അക്കയെ എതിർത്ത് ആയിരക്കണക്കിന് പൊതുജനങ്ങൾ കോടതി പരിസരത്ത് തിങ്ങി നിറഞ്ഞു. നമ്മൾ എപ്പോഴാ വീട്ടിലേക്ക് പോകുന്നത്? വേഗം പോകാൻ പോകണം. മാറിക്കേ, അങ്ങോട്ട് മാറിക്കേ, അങ്ങോട്ട് മാറിക്കാൻ. അവന്മാരെല്ലാം അപ്പുറത്ത് ഗ്രൂപ്പായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ പുറത്തു വരുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കൊന്നു തള്ളിയേക്ക്. അരുന്ധതി ദേവിയുടെ പേരിൽ രാഷ്ട്രീയപരമായ വൈരാഗ്യം തീർക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കേസാണിത്. അതിനാൽ ഈ കേസ് നിലനിൽക്കില്ല. ഇതിന് കാരണക്കാരായവരെ കണ്ടുപിടിച്ച് അവർക്ക് മതിയായ ശിക്ഷ നൽകണമെന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊള്ളുന്നു.
മുഖ്യസാക്ഷിയായ വാപ്പ എന്ന അബ്ദുൽ ഖാദർ മരണപ്പെട്ടതുകൊണ്ടും അദ്ദേഹത്തിന്റെ മരണമൊഴിയുടെ വീഡിയോ പകർപ്പും വാദിഭാഗത്തുള്ളവരുടെ സാക്ഷിമൊഴികളും കുറ്റം ചാർത്തിയിരിക്കുന്ന അരുന്ധതിക്കെതിരായതുകൊണ്ട് 15 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിടുന്നു. അന്യായ മാർഗത്തിലൂടെ സ്വന്തമാക്കിയ പാവപ്പെട്ട ജനങ്ങളുടെ വസ്തുവകകൾ അവരെ തിരിച്ചേൽപ്പിക്കുവാൻ വേണ്ടി കോടതി ഉത്തരവിടുന്നു. നാട് റോഡിൽ ഇതേ നാട്ടുകാരുടെ മുമ്പിൽ നീ ചത്ത് കിടക്കും. എന്താ മോളെ? മുത്തശ്ശൻ എവിടെ? നിന്റെ മുത്തശ്ശൻ ഇപ്പൊ ഭയങ്കര ബിസിയല്ലേ? സാർ, ആ പണമൊക്കെ പുള്ളി വില്ലനായിരിക്കുമ്പോ വാങ്ങിച്ചതല്ലേ സാർ. അദ്ദേഹം ഇപ്പൊ ഹീറോയാണ്. ഞാനാണ് ഓൾ ഇൻ ഓൾ.